രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പോൾ ഈ സംഭവം നടക്കുന്നത്, ഇതൊരു സംഭവ കഥയാണ്, ഒരു പ്രേമ കഥയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സംഭവം നടക്കുന്നത് ഏത് കാലത്താണെന്നുള്ളത് 1-ാമത്തെ സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് എനിക്ക് പലപ്പോഴും ഉണ്ടായി കാണും, ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പല സന്ദർഭങ്ങളിലും അഭിവൃദ്ധിയും ഉണ്ടായി, അതുപോലെ തന്നെ ക്ഷാമവും. പ്രത്യേകിച്ച് ഗിദെയോൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ ഗോതമ്പ് കത്തിച്ച് കളയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ കാർഷിക വിളകൾ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും. കാരണം അങ്ങനെ ഇവരെ പട്ടിണി ഇട്ടിട്ടും കൂടി ഇവരെ തോൽപ്പിക്കാനും ഒരു പാഠം പഠിപ്പിക്കാനും ഒക്കെ. അപ്പോൾ ദേശത്ത് അങ്ങനെ ക്ഷാമം ഉണ്ടായി. ഒരു പ്രത്യേക ക്ഷാമത്തിൻ്റെ സമയത്ത് നടന്ന ഒരു ചരിത്ര സംഭവമാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ആ കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ന്യായാധിപന്മാർ. അപ്പോൾ ഈ പുസ്തകം വാസ്തവത്തിൽ എവിടെ കയറ്റാമായിരുന്നു, എവിടെ ചേർക്കാമായിരുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ചേർക്കാമായിരുന്നു. പക്ഷേ അത് മാറ്റി വെച്ചിരിക്കുകയാണ്, പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടത് കൊണ്ട്. അപ്പോൾ ടൈം മനസ്സിലായി, കാലഘട്ടം മനസ്സിലായി. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിന്, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പൊതുവായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ബൈബിൾ സർവേ പഠിക്കുക ആയതുകൊണ്ട്, അല്ലേ? ബൈബിളിൽ സ്ത്രീകളുടെ പേരുള്ള ആദ്യത്തെ പുസ്തകം എന്ന് പറയാം. സ്ത്രീകളുടെ പേരിൽ കൊടുത്തിട്ടുള്ള 1-ാമത്തെ, പിന്നെ ഒരു പുസ്തകം കൂടെ ഉള്ളൂ എന്നും ഓർക്കാം. അപ്പോൾ അത് വരുമ്പോൾ പറയാം അവസാനത്തെ പുസ്തകം എന്നും പറയാം. അപ്പോൾ സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകങ്ങളുണ്ട്, രൂത്തും ഉണ്ട്, എസ്തേറും ഉണ്ട്. അതിൽ 1-ാമത്തെ പുസ്തകമാണ് രൂത്ത് എന്ന് ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് പുസ്തകത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ അതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ചരിത്രകാരന്മാരുടെ നിഗമനം ശമൂവേലാണ് ഇത് എഴുതിയത്, അല്ലെങ്കിൽ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നാണ്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകവും രൂത്തിൻ്റെ പുസ്തകവും ശമൂവേലിൻ്റെ പുസ്തകവും ഒക്കെ മിക്കവാറും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ശമൂവേൽ പ്രവാചകനാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വൃത്താന്ത പുസ്തകം എന്നൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് പല വൃത്താന്തങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയതാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനൊക്കുകയില്ല. ബട്ട് നോട്ട് വെരി ക്ലിയർ. കൃത്യമായിട്ട് അദ്ദേഹം എഴുതിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ശമൂവേൽ എഴുതിയതെന്നാണ് വെച്ചിരിക്കുന്നത്. വേറെയും വാദഗതികളുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. രൂത്തിൻ്റെ പുസ്തകം ഒരു പ്രേമഗാഥയാണ് എന്നെല്ലാവർക്കും അറിയാം. കഥ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഒരു പ്രണയകഥയാണ് ഈ പുസ്തകത്തിലെ വിഷയം. ബോവസും രൂത്തുമായിട്ടുള്ള സ്നേഹവും വിവാഹവും ഒക്കെയാണ് ഈ പുസ്തകത്തിലെ ഇതിവൃത്തം. നമ്മൾ ഇന്ന് അതിലേക്കെല്ലാം പോകുന്നില്ല. അതിന് മുമ്പ് ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, രൂത്ത് ദാവീദിൻ്റെ വല്യമ്മ, അല്ലേ? ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഓഫ് ഡേവിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താ ഈ ദാവീദിന് ഇത്ര വലിയ പ്രാധാന്യം? ദാവീദിൻ്റെ വല്യമ്മയ്ക്ക് തന്നെ ഇത്ര വലിയ പ്രാധാന്യം? ദാവീദിൻ്റെ വംശത്തിലാണ് യേശു ജനിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കഥ അറിയാവുന്നത് കൊണ്ട് അതറിയാം. അപ്പം രൂത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് വേദപുസ്തകത്തിൽ രൂത്തിനെ ഇങ്ങനെ ഈ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഈ പുസ്തകം തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു, രൂത്തിൻ്റെ പുസ്തകം വാസ്തവത്തിൽ ഇതിന് മുമ്പുള്ള പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമായിട്ടോ വല്ലതും വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക പുസ്തകമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുവാൻ പോകുന്ന പദ്ധതിയുടെ അനാവരണം, അതിൽ ഒരു സ്റ്റെപ്പും കൂടി മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചതെന്നുള്ള ഒരു വ്യക്തത നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്, ഒരു യഹൂദ സ്ത്രീ അല്ല. നമ്മൾ 2 സ്ത്രീകളുടെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? എസ്തേറും രൂത്തും. ഇതിന് തമ്മിലൊരു കമ്പാരിസൺ നടത്തിയാൽ എങ്ങനെയിരിക്കും? എസ്തേർ യഹൂദ പെണ്ണ്, രൂത്ത് മോവാബി പെണ്ണ്. അത്രയും ശരിയായി. ഇനി ബാക്കിയും കൂടെ പറയണം. നമ്മളിപ്പോൾ രൂത്തിൽ നിന്ന് പോകുകയായിരിക്കും നല്ലത്. രൂത്ത് മോവാബ്യ സ്ത്രീ അല്ലെങ്കിൽ അന്യജാതിക്കാരി വന്ന് ഒരു യഹൂദനെ കല്യാണം കഴിച്ചു. എസ്തർ
യഹൂദ സ്ത്രീ പോയി ഒരു യഹൂദനല്ലാത്ത വിജാതീയനായ രാജാവിനെ കല്യാണം കഴിച്ചു. അപ്പോൾ രണ്ട് കഥയും ഏതാണ്ട് സമാനതയുള്ളതാണ് അല്ലേ? രണ്ടിനകത്തും ഒരാൾ യഹൂദനാണ്, ഒരാൾ അന്യജാതിക്കാരനാണ്. രണ്ടുപേർക്കും ഓരോ ദൗത്യം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ദൗത്യം അവരെങ്ങനെ നിർവഹിച്ചു എന്നുള്ളത് കാണാനാണ് ഈ രണ്ട് സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകങ്ങൾ പ്രത്യേകം വേദപുസ്തകത്തിൽ വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ ചില സ്ത്രീകളുടെ പേരുണ്ട്. ഞാൻ ചില സ്ത്രീകളുടെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. എത്ര സ്ത്രീകളുടെ പേരുണ്ട്? എത്ര സ്ത്രീകളുടെ പേരുണ്ട്? സ്ത്രീകളെങ്കിലും അറിയുമോ എന്നറിയാനായിട്ടാണ്. എത്ര സ്ത്രീകളുടെ പേര് ഉണ്ട് ഈ പട്ടികയ്ക്കകത്ത്? വംശാവലി പട്ടിക നമ്മൾ വായിക്കാത്ത പട്ടിക എന്ന് എനിക്കറിയാം. എന്നാലും പൊതുവേ നമ്മൾ മത്തായി സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ വംശാവലിയുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. ഈ പട്ടികയിൽ എത്ര പേരുടെ പേരാണ് ഉള്ളത്? ആരൊക്കെയാണെന്നുകൊണ്ട് പറഞ്ഞു തരൂ. രൂത്ത്, താമാർ, രാഹബ്, ബത്ശേബ. ഇപ്പം 4 ഉള്ളൂ. മറിയ പട്ടികയ്ക്കകത്തുണ്ടോ? വംശാവലി പട്ടികയിൽ സാധാരണഗതിയിൽ ആരുടെ പേരാണ് പറയുന്നത്? അപ്പൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ പെണ്ണുങ്ങളുടെ പേര് വന്നത്? അത് സ്പെഷ്യൽ കേസാണ്. അപ്പോൾ 4 പേരുടെ പേരേ ഉള്ളൂ. 5 എന്ന് പറഞ്ഞത് തെറ്റ്. എത്ര പേരുടെ പേരുണ്ട്? 4 പേരുടെ പേരേ ഉള്ളൂ. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം, മത്തായി 1:5. അങ്ങനെയെങ്കിലും വംശാവലി പട്ടിക ഒന്ന് വായിക്കാൻ ഇടയാകട്ടെ. 1:5. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. അപ്പോൾ രാഹാബും വന്നു, രൂത്തും വന്നു. ശ്രദ്ധിച്ചില്ലേ? രാഹാബും വന്നു. രാഹാബ് ഇനി സ്ത്രീയാണോ എന്ന് സംശയമായെന്ന് എനിക്ക് തോന്നുന്നു. രാഹാബും വന്നു, ആരും വന്നു? രൂത്തും വന്നു. 5-ാം വാക്യത്തിൽ ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. അത് മതി. 3-ാം വാക്യം യഹൂദ താമാരിൽ പാരസിനെയും. അപ്പോൾ താമാർ വന്നു. പിന്നെ 6-ാം വാക്യം ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യ ആയിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യ ആയിരുന്നവളിൽ. പേര് നിങ്ങൾ ബത്ശേബ എന്ന് പറഞ്ഞെങ്കിലും പുസ്തകത്തിൽ ബത്ശേബ എന്നില്ല. കാരണം ആ പേര് അറിയണ്ടെന്ന് ദൈവം വെച്ചിരിക്കുക. ആ പേരൊരു കൊള്ളാവുന്ന പേരല്ലാത്തതുകൊണ്ട്, കാരണം ആ പേരൊരു തെറ്റ് ചെയ്ത പേരായതുകൊണ്ട് ആ പേര് പറഞ്ഞിട്ടില്ല. ഊരിയാവിൻ്റെ ഭാര്യ ആയവളിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ആ ചെയ്ത തെറ്റ് ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന തെറ്റല്ല, രണ്ടുപേരും പങ്കാളികളായി ചെയ്തൊരു തെറ്റാണ്. അതുകൊണ്ട് ആളുടെ പേരേ പറഞ്ഞിട്ടില്ല. ഊരിയാവിൻ്റെ ഭാര്യ ആയവളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടെ ചേർക്കുമ്പോൾ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ആരൊക്കെയാണ്? രൂത്ത്, താമാർ, രാഹാബ്, ഊരിയാവിൻ്റെ ഭാര്യ ആയവൾ. അപ്പോൾ ഈ പേരുകളെല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ 4 പേരിൽ രൂത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്തായിരിക്കും? ഈ 4 പേരുടെ പേരാണ് വംശാവലി പട്ടികയിൽ ഉള്ളത്. അതിൽ രൂത്തിനൊരു സവിശേഷതയുണ്ട്. മോബൈറ്റ് ആകുമ്പോൾ വേറൊരാൾ കനാനായിട്ട് എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും നമ്മളിവരുടെ സ്വഭാവവും ജീവചരിത്രവും പരിശോധിക്കുമ്പോൾ രൂത്ത് മാത്രമേ ഒരു ഉത്തമ സ്ത്രീ ഉള്ളൂ. ദൈവം പാസ്റ്റൊക്കെ മറക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പാസ്റ്റ് ഇളക്കിക്കൊണ്ട് വരികയല്ല. പക്ഷെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിച്ചാൽ, രൂത്തിൻ്റെ പുസ്തകം 3:11. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഉത്തമ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ സ്ത്രീത്വം ഒരിക്കലും അപമാനിതമാകാൻ ഇടയായിട്ടില്ല. എന്നാൽ ബാക്കി 3 പേരുടെയും പേര് നിങ്ങൾ വായിച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? താമാറിനും രാഹാബിനും ഊരിയാവിൻ്റെ ഭാര്യയായവൾക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? തെറ്റും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. ദൈവം ക്ഷമിച്ച് അവരെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നു. അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ രൂത്ത് ഉത്തമ സ്ത്രീ. രൂത്തിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, രൂത്ത് നോബിൾ വുമൺ എന്ന് വേണമെങ്കിൽ പറയാം. നൊബിലിറ്റിയുള്ള, സ്വഭാവ മഹിമയുള്ള, ഉത്തമത്വമുള്ള ഒരു സ്ത്രീയായിട്ടാണ് രൂത്ത് ചരിത്രത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് രൂത്തിൻ്റെ പുസ്തകം അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് തയ്യാറാകാം. പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അല്ലെങ്കിൽ ചിന്ത 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ നവോമി മരുമകളോട്
ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നവോമി അവളോട് പറഞ്ഞു. നമുക്ക് അടുത്ത ചാർച്ചക്കാരൻ, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത് അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു. അപ്പം വീണ്ടെടുപ്പുകാരായ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് വീണ്ടെടുക്കാനായിട്ട് താല്പര്യം, 2 പേരും ചാർച്ചക്കാരാണ്. പക്ഷെ ഒരാൾക്ക് വീണ്ടെടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ഒരാൾക്ക് വീണ്ടെടുക്കാൻ താല്പര്യവും കപ്പാസിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ചാർച്ചക്കാരനായ കിൻസ്മാൻ റെഡീമർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. കിൻസ്മാൻ റെഡീമർ, ഹി വാസ് എ റെഡീമർ ഓൾസോ കിൻസ്മാൻ. ആരായി കിൻസ്മാൻ റെഡീമർ? വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ബോവസ്, നമ്മുടെ കാര്യത്തിൽ യേശു ക്രിസ്തു. അപ്പം മറ്റേ വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരൻ ആരായിരുന്നു? മറ്റേ വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരൻ ആരായിരുന്നു? അയാളുടെ പേര് പറഞ്ഞിട്ടില്ല പുസ്തകത്തിൽ. അതിൻ്റെ അർത്ഥം ന്യായപ്രമാണം. ആദ്യം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നത് ന്യായപ്രമാണമായിരുന്നു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക്, ഇപ്പോൾ 2 ചാർച്ചക്കാരുണ്ട്. നമ്മളെ സഹായിക്കാൻ ദൈവം 2 ചാർച്ചക്കാരെ, 2 സഹോദരന്മാരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ന്യായപ്രമാണം, മറ്റേത് കർത്താവായ യേശു ക്രിസ്തു. പക്ഷേ ഈ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ അടുത്ത 1-ാമത്തെ ചാർച്ചക്കാരന് എന്തായിരുന്നു കുഴപ്പം? ഈ ചാർച്ചക്കാരനോട് വന്ന് എന്നെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വീണ്ടെടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരൻ വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവനാണ് ഫസ്റ്റ് ചാൻസ് പോകേണ്ടത്. നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവിനേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവനായിരുന്നു ഫസ്റ്റ് ചാൻസ്. ആരായിരുന്നു അത്? ന്യായപ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ന്യായപ്രമാണത്തിന് എന്താ കഴിയാതെ പോയത്? ന്യായപ്രമാണം ഭയങ്കര ഒരു കുറ്റം പറച്ചിലുകാരനാണ്. ഒരു സ്നേഹമില്ല, ഒരു കൃപയില്ല. ഒരു കല്യാണ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ സംശയരോഗം കൊണ്ട് പറ്റുകയില്ല. അന്ന് പിന്നെ എന്ത് വേണം? കൃപയും ദയയും വിട്ടുവീഴ്ചയും സ്നേഹവും കരുതലും ഒക്കെ വേണ്ടേ? ഇപ്പോൾ കുടുംബജീവിതമൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ കുറ്റം പിടിക്കാൻ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പം എന്താണ്? കുറ്റം പറയുക എന്നുള്ളതാണ്. തെറ്റെന്തൊക്കെ ഉണ്ട്? ന്യായപ്രമാണം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചായ എടുത്തപ്പോൾ എന്ത് തെറ്റുണ്ടായിരുന്നു, പാത്രം കഴുകിയപ്പോൾ എന്ത് തെറ്റുണ്ടായിരുന്നു, ബെഡ് വിരിച്ചപ്പോൾ എന്ത് തെറ്റുണ്ട്. ഇങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടല്ലോ അല്ലേ? ബെറ്റ് വിരിച്ചപ്പോൾ എന്ത് തെറ്റുണ്ടായിരുന്നു, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സ്വിച്ച് കെടുത്തിയായിരുന്നോ, ഇങ്ങനെ ഓരോ ടാപ്പ് മുറുക്കി അടച്ചായിരുന്നോ, ഇങ്ങനെ കുറ്റങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന ഒരു ഭർത്താവായിരുന്നു ആര്? ന്യായപ്രമാണം. അതുകൊണ്ട് ഈ ഭാര്യയ്ക്ക് അതിൻ്റെ കൂടെ പൊറുക്കാനും താല്പര്യമില്ലായിരുന്നു, പുള്ളിക്കാരന് ഇവളെ വിടുവിക്കാനും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ബോവാസ് അങ്ങനെയല്ല. ഇവളെ കണ്ടപ്പോൾ തന്നെ പുതപ്പ് അവളുടെ മേൽ ഇട്ടു. ദാറ്റ് മീൻസ് ഹി വാസ് ഗ്രേഷ്യസ്, കൈൻഡ് ഇനഫ്, ലവിങ്, കെയറിങ്. അങ്ങനെയുള്ളൊരു ആൾ. അതാണ് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ പുസ്തകത്തിലുള്ള 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നിങ്ങൾ ന്യായപ്രമാണത്തെ ഇത്ര ഒരു വില്ലനായി ചിലപ്പോൾ കണ്ടു കാണുകയില്ല. നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പം ന്യായപ്രമാണം ശരിക്കും ആരാണെന്നും കർത്താവ് എന്താ ചെയ്തതെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ രൂത്തിൻ്റെ പുസ്തകം അടുത്ത ആഴ്ച 4 അധ്യായമേ ഉള്ളൂ വായിക്കാൻ. 4 മിനിറ്റ് മതി. കുറച്ചുകൂടെ സമയമെടുത്ത് പുസ്തകം ഒന്നുകൂടെ ഭംഗിയായിട്ട് വായിച്ചിട്ട് വന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് രൂത്തിൻ്റെ പുസ്തകം പഠിക്കാം. ന്യായപ്രമാണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവ കഥയാണ് രൂത്തിൻ്റെ കഥ. അത് നമ്മളുടെയും കഥയാണ്. അതുകൊണ്ട് രൂത്തിൻ്റെ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. കർത്താവ് നമ്മളെ സ്നേഹിച്ച വിധങ്ങളെയും നമ്മളെ വീണ്ടെടുക്കാനായിട്ട് എന്തെല്ലാം തരത്തിലുള്ള വിട്ടുവീഴ്ചകളും കരുണയും ദയയും സ്നേഹവും ഒക്കെ നമ്മോട് കാണിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ധ്യാനിച്ച് ഇതുവരെയും ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മളെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം പരിശോധിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. അവർ കർത്താവെ ജാതികളോട് ഇടകലർന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന് അവരവർക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് കർത്താവ് ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് അന്യദൈവങ്ങളെ സേവിച്ച് ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം
ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇതൊക്കെ എഴുതിയിരിക്കുന്നു, ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചുവെന്ന് നിങ്ങൾ കാണുന്നു. കർത്താവ് നിൻ്റെ സന്നിധിയിൽ പവിത്രമായും കർത്താവെ നിന്നോട് പ്രതിബദ്ധതയുള്ളവരായിട്ടും വചനം കൃത്യമായിട്ട് അനുസരിക്കുന്നവരായും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നവരായി ഇരുപ്പാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ കർത്താവ് കൂടുതൽ വിനയത്തോടെ, കൂടുതൽ സമർപ്പണത്തോടെ, ജാഗ്രതയോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ഇന്ന് രൂത്തിൻ്റെ പുസ്തകമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ രൂത്തിൻ്റെ പുസ്തകം പഠിക്കാൻ നമ്മൾ ആരംഭിച്ചിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. രൂത്തിൻ്റെ പുസ്തകം വളരെ ചെറിയൊരു പുസ്തകമാണെങ്കിലും വളരെ ആഴമുള്ള ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുന്ന പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. അതുകൊണ്ട് രൂത്തിൻ്റെ പുസ്തകം നമ്മൾ കുറച്ച് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനായിട്ട് ബൈബിൾ സർവേ ആയതുകൊണ്ട് വളരെ ആഴത്തിലല്ല, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വായിച്ച തുടക്കം നിങ്ങൾക്ക് ഓർക്കാം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പോൾ ഈ സംഭവം നടന്നത് ന്യായാധിപന്മാരുടെ ന്യായപാലനത്തിൻ്റെ കാലഘട്ടത്തിലാണെന്നുള്ളത് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം രൂത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഥാപാത്രമാണ്. ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രൂത്തിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ എഴുത്തുകാരൻ ആരാണെന്ന് നിശ്ചയമില്ല, മിക്കവാറും ശമൂവേലാകാം പുസ്തകത്തിൻ്റെ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അത് ജൂയിഷ് ട്രഡീഷൻ സെയ്സ് ദാറ്റ് ശമൂവേൽ ഈസ് പ്രോബബ്ലി ദി ഓത്തർ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ആരാണ് ഈ പുസ്തകം എഴുതിയതെന്നുള്ളത് അറിഞ്ഞുകൂടാ. ആരാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് നമുക്ക് ആ എഴുത്തുകാരനെ കണ്ടെത്തുന്നതല്ല പ്രസക്തമായ കാര്യം. എഴുതിയിരിക്കുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യം ഓർക്കുക. മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരുള്ള 2 പുസ്തകങ്ങളാണുള്ളത്, രൂത്തും എസ്തേറും. രണ്ടും യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത്. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു, ഒരു യഹൂദനെ കല്യാണം കഴിക്കുന്നു. എസ്തേർ ഒരു യഹൂദ സ്ത്രീയായിരുന്നു, ഒരു വിജാതീയനായ രാജാവിനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ രണ്ടും കല്യാണ കഥയാണ്. രണ്ടുപേരും യഹൂദനും വിജാതീയനും. അങ്ങനെ ഒരു ബന്ധം ഈ കഥകൾക്കകത്ത് കിടപ്പുണ്ട്. കഥയെന്ന് പറഞ്ഞാൽ ജീവചരിത്രമാണ്. അപ്പോൾ ആ ജീവചരിത്ര കഥയ്ക്കകത്ത് അത് കിടപ്പുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ മത്തായി സുവിശേഷത്തിൽ 4 സ്ത്രീകളുടെ പേര് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. 4 സ്ത്രീകൾ ആരൊക്കെയാണ്? താമാർ, രാഹാബ്, രൂത്ത്, ഊര്യാവിൻ്റെ ഭാര്യയായവൾ അല്ലെങ്കിൽ ബത്ശേബ. അപ്പോൾ ഈ 4 സ്ത്രീകളിൽ രൂത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഉത്തമ സ്ത്രീ. മറ്റാളുകളോട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റവരുടെയൊക്കെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ ദൈവം പാസ്റ്റ് മായ്ച്ചു കളഞ്ഞെന്നുള്ളത് ശരിയാണെങ്കിലും നമ്മൾ പാസ്റ്റ് നോക്കുമ്പം അവർക്കെല്ലാം ഒരു ശരിയല്ലാത്ത പാസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ലതിലേക്ക് വന്നു. പക്ഷേ ഈ രൂത്തിനെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. നീ ഉത്തമ സ്ത്രീ എന്ന് പട്ടണക്കാർക്ക് എല്ലാം അറിയാം. അപ്പോൾ രൂത്തിനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് നോബിൾ ലേഡി, ഉത്തമ സ്ത്രീ. യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും കളങ്കങ്ങളും അവളുടെ സ്വഭാവത്തിലുള്ളതായിട്ട് എടുത്തു പറയാനില്ലാത്ത തരത്തിലുള്ള തികവുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ്. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൂടെ വായിച്ചാൽ അതിനോടുള്ള ബന്ധത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. അപ്പം പിൽക്കാലത്ത് ഈ രൂത്തിനുണ്ടായ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് വീണ്ടും ഈ പുസ്തകത്തിൽ റെഫർ ചെയ്യുന്നത് 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിൻ്റെ മരുമകൾ നവോമിയോട് പറയുകയാണ്. അപ്പം രൂത്ത് ഉത്തമ സ്ത്രീയാണെന്ന് 2 പ്രാവശ്യം ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉത്തമ സ്ത്രീ, ഒരു നോബിൾ വുമൺ എന്നുള്ളത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വെർച്വസ് വുമൺ എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത
നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കാണുകയുണ്ടായി. ഓർക്കുന്നുണ്ടാവുമല്ലോ, 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത കിടക്കുന്നത്. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നവോമി അവളോട് പറഞ്ഞു. അടുത്ത ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വാക്യവും ചിന്താവിഷയവും. അടുത്ത ചാർച്ചക്കാരനും അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും. അപ്പോൾ വീണ്ടെടുപ്പുകാർ വേറെ ഉണ്ടായിരുന്നു, പക്ഷേ അടുത്ത ചാർച്ചക്കാരനായ ഒരുത്തനാണ് വീണ്ടെടുക്കാനായിട്ട് തയ്യാറായിട്ട് വന്നത്. അപ്പോൾ അതാരാണെന്ന് നമുക്കറിയാം. കിൻസ്മാൻ റെഡീമർ എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ, അടുത്ത ചാർച്ചക്കാരനായിരുന്നു, വീണ്ടെടുപ്പുകാരനായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ക്രിസ്തുവിൻ്റെ കനിവിനെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ആ വാക്യം. അപ്പം യേശുക്രിസ്തു നമ്മുടെ അടുത്ത ചാർച്ചക്കാരനാകേണ്ടതിനാണ് അവൻ ജഡമെടുത്ത് മനുഷ്യാവതാരം ചെയ്തത്. അടുത്ത ചാർച്ചക്കാരനാണ്. അതേസമയം തന്നെ അടുത്ത ചാർച്ചക്കാരനായിട്ട് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വീണ്ടെടുപ്പ് അവകാശം ചാർച്ചക്കാരന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പം യേശുവും സഭയും തമ്മിലുള്ളൊരു ബന്ധം ഈ കഥയ്ക്കകത്ത് കിടപ്പുണ്ട് എന്നും നാം ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായിട്ട് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് ഈ രൂത്തിൻ്റെ പേര് വന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഏത് കുടുംബത്തിൽ കൂടിയാണ് യേശു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. ദാവീദിൻ്റെ കുടുംബത്തിൽ. ദാവീദിൻ്റെ വല്യപ്പൻ ആരാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ ബോവസിനെ കാണാനായിട്ട് സാധിക്കും. ബോവസ് ആരുടെ മകനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അനാവരണം ചെയ്യുന്നത് ബോവസ് ആരുടെ മകനായിരുന്നു, അതേക്കുറിച്ച് നമ്മൾ ഇത്ര ബോധർ ചെയ്തിട്ടില്ല. ബോവസ് ആരുടെ മകനാണെങ്കിലും കുഴപ്പമില്ല, രൂത്തിൻ്റെ ഭർത്താവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത്. എന്നാൽ ബോവസ് ആരുടെ മകനായിരുന്നു, അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും. ബോവസ് ആരുടെ മകനായിരുന്നു? മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന് വംശാവലി നോക്കിയാൽ മതി. അല്ല, വായിക്കാം. മത്തായി സുവിശേഷം 1:5. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ എന്നിട്ടും രാഹാബിനെ കണ്ടില്ല, സൽമോനെ മാത്രമേ കണ്ടുള്ളൂ. ബോവസ് ആരുടെ മകനായിരുന്നു? രാഹാബിൻ്റെ മകനായിരുന്നു. ഇപ്പം ഈ വംശാവലി പട്ടികയിൽ 4 സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ 2 സ്ത്രീകൾ ഇതിൽ ഇൻവോൾവ് ആണ് യേശുക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് വരവിലേക്ക്. രാഹാബ് കനാന്യ സ്ത്രീ ആയിരുന്നു. രാഹാബിൻ്റെ ഒന്നുകൂടെ വായിച്ച വാക്യം. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. അപ്പം ബോവസിൻ്റെ അമ്മ ആരായിരുന്നു? രാഹാബായിരുന്നു. അപ്പൻ്റെ ഭാര്യ സ്ത്രീയും. അപ്പനാണ്. ഇപ്പോൾ നമ്മൾ സൽമോൻ നിങ്ങൾ വംശാവലി പട്ടികയിൽ ആണുങ്ങളുടെ പേര് മുറുകെ പിടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ട, ഇപ്പം സ്ത്രീയുടെ പേരുള്ള ഒരു പുസ്തകം പഠിക്കുമ്പോഴെങ്കിലും സ്ത്രീകൾക്കൊരു പ്രാധാന്യം കൊടുക്കണം, ഒരു പരിഗണന കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രാഹാബും രൂത്തും വന്നിട്ടുണ്ട്. അപ്പം യേശുവിൻ്റെ വംശാവലി പട്ടികയിലേക്ക് കനാന്യരെയും മോവാബ്യരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും രസകരമല്ലെങ്കിൽ അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ പദ്ധതികൾ അനാവരണം ചെയ്തു വരുമ്പോൾ രാഹാബ് എന്ന് പറയുന്നൊരു വേശ്യയുണ്ടായിരുന്നു, രൂത്ത് എന്ന് പറയുന്നൊരു ഉത്തമ സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും ഒഴിവാക്കുന്നില്ല. ഇത് രണ്ടും കൂടെ ക്രൈസ്റ്റ് ബ്ലഡ് സ്ട്രീം വാസ് ഡ്രോൺ ഫ്രം എ കനാനൈറ്റ് ലേഡി ആൻഡ് എ മൊവാബൈറ്റ്. ഇവരൊക്കെ നിശ്ചിതരാണ്. ദൈവ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം, ദൈവത്തിൻ്റെ പരിപാടികളെ സംബന്ധിക്കുന്നിടത്തോളം കനാനിലുള്ള ഒരു ജാതിയെയും ജീവനോടെ വെക്കരുത്, എല്ലാത്തിനെയും നീക്കി കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോവാബിലാണെങ്കിൽ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ല. അത് എവിടുന്ന് ഉത്ഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലോത്തിൽ നിന്നാണ്. ലോത്തിൻ്റെ ഇല്ലീഗലായിട്ടുണ്ടായ മക്കളിൽപ്പെട്ട ആളാണ് ആര്? മോവാബ്. അപ്പോൾ അവരെ ദൈവസന്നിധിയിലൊന്നും ഒരു കാരണവശാലും പ്രവേശിക്കാൻ അനുവാദമില്ലാത്തവരാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര അത്യത്ഭുതവും അഗോചരവുമാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. രാഹാബും ഉണ്ട് അവിടെ, രൂത്തും ഉണ്ട് അവിടെ. അപ്പം രാഹാബിൽ സൽമോനാണ് ആരെ ജനിപ്പിച്ചത്? ബോവസിനെ ജനിപ്പിച്ചത്. ബോവസിന് ഭാര്യയായിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരു മോവാബിയ സ്ത്രീയാണ് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായിട്ടുള്ള പരിപാടിയും പിശാചിന് പിടികൊടുക്കാത്ത, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചത് എങ്ങനെയാണെന്നുള്ളത് വളരെ ക്ലിയറാണ്. പിശാച് ഇങ്ങനെ ഒരു പരിപാടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.
പിശാച് വിചാരിച്ച് കാണും യഹൂദന്മാരിൽ കൂടി ഒരു പ്രത്യേക ലൈനിൽ കൂടി മാത്രമേ ഇത് വരുള്ളൂ. പക്ഷേ പിശാചിനെ, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിശാചിനെ കർത്താവ് വെട്ടിച്ചു അല്ലേ. വെട്ടിച്ചിട്ട് കർത്താവിൻ്റെ ഒരു ലൈനിൽ കൂടി കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് ഏറ്റവും മനോഹരമായിട്ട് പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര അഗോചരമാണ്, എത്ര അത്യത്ഭുതകരമാണെന്നുള്ള കാര്യം എപ്പോഴും സിമ്പിളാണ്, പക്ഷേ അത്ഭുതകരമാണ്. നമുക്ക് നോക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷേ അതിനകത്ത് വളരെ ആഴമായ ആത്മീയ സത്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് പുസ്തകത്തിലേക്ക് വന്നാൽ 4 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. കഥ ഞാൻ പറയേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ബൈബിൾ സർവേ ക്ലാസ് ആയതുകൊണ്ടും 4 അധ്യായങ്ങൾ മാത്രം ഉള്ളതുകൊണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാകും എന്ന് ഐ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. കാരണം ഇപ്പം 25 or 30 അധ്യായമുള്ള പുസ്തകമാണെങ്കിൽ ചിലപ്പോൾ വായിച്ചോ എന്ന് ചിലപ്പോൾ ഒന്നുകൂടെ ചോദിക്കേണ്ടി വരും. ഇത് 4 അധ്യായം മാത്രമായതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പം ഈ 4 അധ്യായങ്ങൾ വഴി ഒരു വലിയ സംഭവ കഥയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപാട് ആത്മീയ സത്യങ്ങളാണ് അതിനകത്ത് വെളിപ്പെടുന്നത്. അപ്പം ഈ സംഭവ കഥ ഞാൻ പറയേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറെ തരത്തിൽ വേണമെങ്കിൽ പറയാം. എന്താണ് ഈ കഥ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പിരിയാൻ പറ്റാത്ത 2 സ്ത്രീകളുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2 ഇൻസെപ്പറബിൾ വിമൻ. അതാണ് 1ഉം 2ഉം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 2 സ്ത്രീകൾ, അവർക്ക് ഒരു കാരണവശാലും പിരിയാനായിട്ട് പറ്റുന്നില്ല. അവർ തമ്മിൽ ഭയങ്കര സ്നേഹം. ആരൊക്കെയാണ് അവർ 2 പേര്? രൂത്തും നവോമിയും. അവരെക്കുറിച്ചാണ് 1ഉം 2ഉം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3ഉം 4ഉം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 ഇൻഫ്ലുവൻഷ്യൽ മെൻ, സ്വാധീന ശക്തിയുള്ള 2 പുരുഷന്മാർ അല്ലേ. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പിരിയാൻ കഴിയാത്ത 2 സ്ത്രീകൾ, അവസാനത്തെ 2 അധ്യായത്തിൽ സ്വാധീന ശക്തിയുള്ള 2 പുരുഷന്മാർ. ആരായി 2 പുരുഷന്മാർ? ഒരാളുടെ പേരെ നമുക്കറിയാൻ പാടുള്ളൂ, മറ്റേയാളുടെ പേര് അറിഞ്ഞുകൂടാ. പക്ഷേ അടുത്ത ചാർച്ചക്കാരൻ, 2 അടുത്ത ചാർച്ചക്കാരാണ്. 2 പേരും സ്വാധീനമുള്ളവരാണ്, 2 പേരും സമ്പത്തുള്ളവരാണ്, 2 പേരും വീണ്ടെടുക്കാനായിട്ട് അവകാശമുള്ളവരാണ്. അപ്പോൾ അവരുടെ സ്വാധീനം അവരെങ്ങനെ ഉപയോഗിച്ചെന്നും ഈ പിരിയാൻ പറ്റാത്ത സ്ത്രീകൾ എങ്ങനെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചെന്നുള്ളതാണ് ഈ കഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കഥ വേറൊരു തരത്തിൽ അപഗ്രഥിക്കാൻ സാധിക്കും. ഞാൻ കംപ്ലീറ്റ് കഥ പറയാതെ തന്നെ വേറൊരു തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരമ്മായിയമ്മയുടെ നഷ്ടത്തിൻ്റെ കഥയാണിത്. ഈ പുസ്തകത്തിലെ കഥ ആരുടെ കഥയാണ്? ഒരമ്മായിയമ്മയുടെ നഷ്ടത്തിൻ്റെ കഥ. അതേസമയം ഒരു മരുമകളുടെ വിശ്വസ്തതയുടെ കഥ അല്ലേ. ഒരമ്മായിയമ്മയുടെ നഷ്ടത്തിൻ്റെ കഥ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മരുമകളുടെ വിശ്വസ്തത, ലോയൽറ്റിയുടെ കഥയാണ്. അതുപോലെ തന്നെ ഒരു വീണ്ടെടുപ്പുകാരൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ സ്നേഹത്തോടെ ഒരാളെ വീണ്ടെടുക്കാൻ വന്നതുകൊണ്ട് ഒരു സാധാരണക്കാരനായ ആൾ രാജകീയ കുടുംബത്തിലേക്ക് എങ്ങനെ ഉയർത്തപ്പെട്ടു എന്നതിൻ്റെ കഥയാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഈ കഥയെ നിങ്ങൾക്ക് അപഗ്രഥിക്കാനായിട്ട് സാധിക്കും. പല പ്രാധാന്യങ്ങൾ ഈ കഥയ്ക്ക് ദൈവം വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പം ഇനിയിപ്പോൾ ബേത്ലഹേമിൻ്റെ അർത്ഥം എന്താണ്? ബേത്ലഹേമിൽ നിന്ന് നവോമിയുടെ പേരിൻ്റെ അർത്ഥം എന്താണ്? അവരെന്ന് എങ്ങോട്ടാണ് പോയത്? ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ക്ഷാമത്തിൻ്റെ സ്ഥലത്തേക്ക് പോയത്. എൻ്റെ പേര് മാറ എന്നാണ്, കയ്പെന്നാണെന്ന് നവോമി പറയുന്നുണ്ട്. അപ്പം ശരിക്കും അതിൻ്റെ അർത്ഥം അതല്ല. നവോമി എന്ന് പറഞ്ഞാൽ പ്ലഷർ, വളരെ സന്തോഷത്തോടെ നിറഞ്ഞിരിക്കുന്നവൾ എന്നാണ്. പക്ഷെ നിറവ് പോയി, കയ്പായി, അങ്ങനെയൊക്കെ കഥ അപഗ്രഥിക്കാം. പക്ഷെ ഞാൻ അത്രയും കോംപ്ലിക്കേഷനിലേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകാതെ വീണ്ടും നമുക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 1ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോവാബ് ദേശത്തെ ഒരു സംഭവമാണ്. ഇൻ ദ ലാൻഡ് ഓഫ് മോവാബ് എന്ന് വേണമെങ്കിൽ പറയാം. 1ാം അധ്യായത്തിൽ വി സീ സർട്ടൻ തിങ്സ് ഇൻ മോവാബ്. മോവാബ് എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അവിടെ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ദർശിക്കുന്നു. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു നാടകം പോലെ, ഒരു സിനിമ പോലെ നിങ്ങളിത് മനസ്സിൽ കാണുകയാണെങ്കിൽ, തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞ പോലെ തിരക്കഥ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തത് എവിടെയാണ്? നിങ്ങൾ സിനിമയെക്കുറിച്ചൊരു താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഷോട്ട് എവിടെയാണ് എടുത്തത്? മോവാബിലായിരുന്നു. സെക്കൻഡ് ഷോട്ട് എടുത്തതാണ് എവിടെയാണ്? ബോവസിൻ്റെ വയലിലാണ്. അപ്പോൾ ക്യാമറ മോവാബിൽ നിന്ന് എങ്ങോട്ട് വന്നു? ബോവസിൻ്റെ വയലിലേക്ക് വന്നു. ബോവസിൻ്റെ വയലെന്ന് പറയുന്നത് നമ്മുടെ പോലെ 5 സെൻറ്റ് സ്ഥലമല്ല, ഒരു ബിഗ് ലാൻഡ് ഏരിയ, ഒരു വലിയ സ്ഥലമാണ്. അപ്പോൾ ക്യാമറയ്ക്ക് അത് മുഴുവൻ പിടിക്കാൻ വിഷമമായിരുന്നതുകൊണ്ട് 3ാമത്തെ അധ്യായത്തിൽ ക്യാമറ കംസ് ഇൻ ടു ഫോക്കസ് എവിടെയാണ്? ത്രഷിംഗ് ഫീൽഡിലേക്കാണ്, മെതിക്കളത്തിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് മെതിക്കളത്തിൽ 2 കവിതാക്കൾ, ചിലർക്കിപ്പോൾ ഒരു നാടകം എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. 2 കവിതാക്കളെ നമ്മൾ കാണുന്നു.
അവരുടെ ചില പ്രണയ കാര്യങ്ങളൊക്കെ കാണുന്നു. എന്നിട്ട് ഈ ത്രഷിംഗ് ഫോളിൽ തുടങ്ങിയ വിവാഹ ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം ക്യാമറ വീണ്ടും മൂവ് ചെയ്യാണ്. ക്യാമറ എങ്ങോട്ട് പോകുന്നു? ബോവസിൻ്റെ വീട്ടിലേക്കും ബോവസിൻ്റെ ഹൃദയത്തിലേക്കും. ഈ മെതിക്കളത്തിൽ നിന്ന് ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് ബോവസ് എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇവൾ ആദ്യം ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം ക്യാമറ ഉപയോഗിച്ച് എടുക്കേണ്ടി വരും. ഹൃദയത്തിൽ വഹിച്ച ആളെ പിന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് എവിടെ കൊണ്ടുപോയി? കഥ എഴുതാൻ ഞാൻ ഏറ്റവും യോഗ്യൻ, അഭിനയിക്കാൻ സാധനം ഇവിടെ വിധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണെങ്കിലും ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ട് ഇയാളെ എവിടെ കൊണ്ടുപോയി? വീട്ടിൽ കൊണ്ടുപോയി. അതിന് ശേഷം അവളെ പരിഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ദൈവം സന്താന പരമ്പരകളെ കൊടുത്തു. അങ്ങനെയും ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ കഥയിൽ നിന്ന് നമ്മൾ ചില മൂല്യങ്ങൾ അടർത്തിയെടുക്കുകയും ചില പ്രത്യേക ആത്മീയ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ മോവാബ് ദേശത്ത് ക്യാമറ വെച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അവിടെ 2 സ്ത്രീകളിലാണ് ഫോക്കസ് ഇരിക്കുന്നത്, അല്ലേ? 2 പേരാണ് പ്രധാന. കുറേ പേര്, ഒത്തിരി കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരായിട്ട് വിട്ടുപോയി. നവോമിയുടെ ഭർത്താവ് പോയി, മരുമക്കൾ പോയി, ഇല്ലേ? മക്കൾ പോയി കഴിഞ്ഞ അവസാനം ഈ അമ്മയും 2 മരുമക്കളുമാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ ഒരാളെ അമ്മ വളരെ സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിച്ച് വിട്ടു. പിന്നെ അവസാനിച്ചത് ഒരാളാണ്. അവളുടെ പേരാണ് രൂത്ത്. അവിടെ ആയിരിക്കും സിനിമ തുടങ്ങുന്നത്. രൂത്ത് എന്ന് അപ്പോഴായിരിക്കും ചിലപ്പം സ്ക്രീനിൽ എഴുതി വരുന്നത്. നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്കായതുകൊണ്ട് അപ്പോഴായിരിക്കും. അതുവരെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോഴാണ് രൂത്ത് എന്ന് അങ്ങോട്ട് എഴുതി വരുന്നത്. അപ്പോൾ നമ്മൾ രൂത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രൂത്ത് പറയുകയാണ്, ഞാൻ എന്ത് വന്നാലും അമ്മച്ചിയെ വിട്ട് പോവുകയില്ല. അപ്പോൾ നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരാളുടെ ഉറച്ച തീരുമാനമാണ്. എ സ്ട്രോങ് ഡിസിഷൻ ടേക്കൺ ബൈ എ ഫീബിൾ ലേഡി. ഒരു ശക്തിയില്ലാത്ത, ബലഹീനതയുള്ള ഒരു സഹോദരി, ഒരു പെങ്കൊച്ച് എടുത്ത ഒരു ഉറച്ച, ചെറിയ പ്രായത്തിലെ വിധവയായി തീർന്നു. എന്നാൽ ജീവിതത്തിൽ ആശയോ പ്രത്യാശയോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒന്നുമില്ലായിരിക്കാം. ബട്ട് ഷീ ടുക്ക് എ സ്ട്രോങ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ലവ്. ഈ അമ്മയോടുള്ള സ്നേഹം, അമ്മായി അമ്മയോടുള്ള ഉറച്ച സ്നേഹം. കാരണം എന്നെ ആയാലും കെട്ടിക്കൊണ്ട് വന്നത് ഈ വീട്ടിലേക്കാണ്. ഞാൻ ഈ വീട്ടിലാണ് നിൽക്കേണ്ടത്. ഭർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എനിക്ക് ഈ വീട്ടിൽ ദൈവം തന്ന ഈ അമ്മ മതി. ഇത് ഞാനും അമ്മയും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മതി എന്ന് വിശ്വസിച്ച ഉറച്ച ഒരു തീരുമാനം, സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും ഒരു പിടിയില്ല. ബട്ട് വി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദിസ് ഈസ് ഗുഡ് ഫോർ മീ ആൻഡ് ദിസ് മദർ. ഈ അമ്മ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഈ അമ്മയെ മതി എന്നുള്ള ഒരു ഉറച്ച. ഇത് എവിടെ നിന്നാണ് ഈ തീരുമാനം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഈ മോവാബ്യ സ്ത്രീ കുറച്ചു കാലം എവിടെ താമസിച്ചു? ഭർത്താവ് കല്യാണം കഴിച്ച അന്ന് തന്നെ മരിച്ചില്ല. കുറച്ച് നാൾ ഈ വീട്ടിൽ താമസിച്ചു, അല്ലേ? അവിടെ എലിമേലേക്കും അവർ മഹ്ലോനും കില്യോനും ഇവരെല്ലാം കൂടെ ഒരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിശ്വാസി കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിശ്വാസികളുടെ കുടുംബത്തിലേക്കാണ് ഈ പെങ്കൊച്ചിനെ കെട്ടിക്കും. അപ്പോൾ അവിടെ പാട്ടും പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നിരിക്കുമെന്ന് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ യഹൂദ രീതിയിൽ ഏകദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും ആരാധനയും അവരുടെ ആത്മീയ ജീവിതവും ഈ സ്ത്രീ കാണാനും അത് നിരീക്ഷിക്കുവാനും ഒക്കെ ഇടയായി എന്ന വരികൾക്കിടയിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട സന്ദർഭം വന്നു. അമ്മായിയമ്മ എല്ലാവരെയും പിന്തിരിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ രൂത്ത് ഒരു കാരണവശാലും അമ്മായിയമ്മയെ പിരിയുന്നില്ല. നമുക്ക് 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വാക്യം 14-ാം വാക്യമായിട്ട് വായിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. അവിടെ കരച്ചിലും കണ്ടോ. ഇതൊക്കെ നിങ്ങൾ സിനിമയിൽ കാണുകയാണെങ്കിൽ ഭയങ്കര കരച്ചിലും യാത്ര പറയലും ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ എന്ന് പാട്ടുമൊക്കെ പാടി കാണും. എന്നിട്ടാണ് ഓർപ്പായും അമ്മായിയമ്മയും കൂടെ ഇനി നാം കാണും വരെ ദൈവം നിന്നെ സൂക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞ് ചുംബിച്ച് ഓർപ്പ വിട്ടുപിരിഞ്ഞു. പക്ഷേ രൂത്ത് എന്ത് ചെയ്തു? രൂത്ത് അവളോട് പറ്റി നിന്നു. അതൊന്ന് അടി വരച്ചാൽ തിരക്കി. രൂത്ത് അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. കണ്ടോ എങ്ങോട്ടാ പോയത്?
എങ്ങോട്ടാ പോയത്? സഹോദരി എങ്ങോട്ടാ പോയത്? തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോയിക്കൊള്ളാനാ പറഞ്ഞത്? നിന്റെ സഹോദരിയുടെ പിന്നാലെ, സഹോദരിയുടെ ദേവനെ, നിന്റെ ദേവനെ ഒക്കെ സേവിക്കാൻ. അപ്പോൾ ഏകദൈവ വിശ്വാസം അവിടെ ഒരു പ്രശ്നമായിട്ടുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥ ദൈവവിശ്വാസം വാസ് എ പ്രോബ്ലം, എസ് എ ടോപ്പിക് ഡിബേറ്റഡ് ദെയർ. അവരവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവിശ്വാസം എന്നുള്ളതാണ്. അപ്പം ഓർപ്പ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും വിചാരിച്ചത് ഏതായാലും ഞങ്ങളുടെ കുടുംബദൈവമുണ്ട്, കുല ദൈവങ്ങളുണ്ട്, ചിലപ്പം വീട്ടിൽ അമ്പലവും കാണും, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് പുള്ളിക്കാരി പോയത്. അപ്പോൾ രൂത്ത് പറ്റി നിന്നു എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് ഹെർ ഡിസിഷൻ? അവളുടെ തീരുമാനം എന്തായിരുന്നു? ഞാൻ പറഞ്ഞു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ച തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു. എന്താണ് എടുത്ത ഉറച്ച തീരുമാനം? അതിന് റൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നിന്റെ ദൈവം എൻ്റെ ദൈവം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ ദേവന്മാരുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ വിട്ടു. ഇപ്പോൾ മറ്റേയാൾ തിരിച്ചുപോയി. നിന്റെ ജനത്തിൻ്റെയും നിന്റെ ദേവന്മാരുടെയും അടുക്കൽ മടങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ്ലി ഒരു പൊട്ടിക്കരച്ചിലും ഒരു വികാരപ്രകടനമൊക്കെ നടത്തിയിട്ട് അവൾ സന്തോഷത്തോടെ, പുറത്ത് കരച്ചിലായിരുന്നെങ്കിലും അകത്ത് സന്തോഷമായിരിക്കും എന്ന് നമുക്ക് അകവും പുറവും വായിച്ചാൽ. എങ്ങനെയാണെങ്കിലും പുള്ളിക്കാരി അങ്ങോട്ട് തന്നെ അങ്ങ് പോയി. പക്ഷെ രൂത്ത് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? അമ്മായിയമ്മയോട് പറ്റി നിന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ ദൈവം. ഈ കൺവിക്ഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഈ ദൈവത്തെ പോലെ ഒരു ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പല ദേവന്മാരെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. ആ ദൈവവും നിന്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചപ്പോൾ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും രൂത്തിൻ്റെ ഭർത്താവും ഒക്കെ കാണിച്ചു തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന ആഴമായ ഒരു കൺവിക്ഷൻ, ഒരു അവബോധം രൂത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിന്റെ ദൈവം. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ പാർത്താൽ എനിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പിന്നെയും തിരിഞ്ഞ് എൻ്റെ ദേവന്മാരുടെ അടുത്തേക്ക് പോകും. എനിക്കത് താല്പര്യമില്ലാത്തത് കൊണ്ട് നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം, വിച്ച് മീൻസ് നീ പാർക്കുന്നിടത്ത് പറഞ്ഞാൽ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ആലയമുണ്ട്. തോന്നുന്നിടത്തൊക്കെ ആരാധിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഈ നവോമി പാർക്കുന്നിടത്ത് യെരുശലേം ദേവാലയമുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആലയമുണ്ട്. എനിക്ക് അവിടെ പോയി ആ ദൈവത്തെ ആരാധിക്കണം. നിന്റെ ജനമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ആ കൂട്ടത്തിലേക്ക് ഞാനും ചേരുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴിയൊരുക്കി. അങ്ങനെയാണ് ഈ വിവാഹബന്ധം തന്നെ വന്നത്. അതുകൊണ്ട് ആ ജനമാണ് എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മോവാബ് ദേശത്തെ അന്യയും പരദേശിയുമാണ്. ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടത്തിലൊരു അംഗമാണ്. ഇനി ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഞാനിവിടെ അന്യയായി പോവും, ഞാനിവിടെ പരദേശിയായി പോകും. എന്നെയും കൂടി കൊണ്ടുപോകണമേ. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ്. എനിക്ക് ആ ദൈവത്തെയും ആ ആരാധനയെയും ആ വിശ്വാസങ്ങളെയും മാത്രം മതി എന്ന ഉറച്ച തീരുമാനമാണ് ഈ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പറ്റി നിന്നു. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. ഇതാണ് തീരുമാനമെന്ന് പറയുന്നത്, അല്ലേ? അപ്പം കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഓർപ്പ പുറകോട്ട് തിരിഞ്ഞു നോക്കി. പക്ഷേ ഇതാ രൂത്തിന് ഒരു തിരിഞ്ഞു നോട്ടമില്ല. അവൾ മുന്നോട്ട് തന്നെ. നമ്മൾ പാടുമ്പോൾ ക്രൂശ് എൻ്റെ മുമ്പിൽ ലോകമെൻ പിമ്പിൽ എന്ന് പറഞ്ഞ പോലെ പിന്മാറാതെ മുന്നോട്ട് തന്നെ ഞാൻ പോകും എന്ന് പറയുന്ന ആ ഒരു ഉറച്ച തീരുമാനം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹം എന്ന് പറയുന്നത് അമ്മായിയമ്മയോടുള്ള സ്നേഹം മാത്രം ആകണം എന്നില്ല. കാരണം അമ്മായിയമ്മയിൽ എന്ത് കണ്ടിട്ടാണ്? അമ്മായിയമ്മയ്ക്ക് വീട്ടിൽ അവിടെ ചെന്നാൽ ഇവിടെ പോറ്റാനോ പുലർത്താനോ ഉള്ള നിവൃത്തിയുണ്ടോ? കാരണം അടുത്ത അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് വരാം. അടുത്ത അധ്യായം വായിക്കുമ്പോൾ ആദ്യം തന്നെ രൂത്ത് പറയുന്നത് ഞാൻ വയലിൽ പോകാം എന്നാണ്. ലെറ്റ് മീ ഗോ ടു ദ ഫീൽഡ്. കാരണം അതിൻ്റെ അർത്ഥം എന്താ? പണിയെടുക്കാതെ ജീവിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത ഒരു വീട്ടിലേക്കാണ് വരുന്നത്. അവൾക്കുണ്ടായിരുന്നതെല്ലാം അവിടെ അന്യാധീനപ്പെട്ടു പോയി. അവിടെ നോക്കാനായിട്ട് ആളുണ്ടായിരുന്നില്ല. ദേശത്ത് ക്ഷാമമായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവർ എങ്ങോട്ട് പോകുന്നത്? മോവാബ് ദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ മടങ്ങി ചെല്ലുമ്പം വീടും കുടിയും ഒക്കെ ഉണ്ടോ, എന്താണ് അവിടുത്തെ കണ്ടീഷൻ, ഇതൊന്നും കണ്ടിട്ടല്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അവിടെ കണ്ട സ്വത്തും അവിടെ കിട്ടാൻ പോകുന്ന അവകാശങ്ങളും ഒക്കെ കണ്ടിട്ടാണോ രൂത്ത് ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തത്? നെവർ. നമ്മൾ നോക്കിയാൽ അവിടെ പ്രധാനമായിട്ട് അവൾ ആ തീരുമാനം എടുത്തതിൻ്റെ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടും ദൈവജനത്തെക്കുറിച്ചുള്ള അവളുടെ
ചിന്താഗതിയും ഇതെല്ലാം ഈ കുടുംബത്തിൽ ജീവിച്ചപ്പോൾ അവർക്ക് കിട്ടിക്കാണും. അപ്പോൾ ഈ മരുമക്കളെക്കുറിച്ച് ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നോഹയ്ക്കും ഉണ്ടായിരുന്നു മരുമക്കൾ. അവരെ കഴുത്തിൽ കയറിയിട്ടാണ് പെട്ടകത്തിനകത്ത് കയറ്റിയത് അല്ലേ? അങ്ങനെയല്ലായിരുന്നോ? സാറ് ബൈബിൾ വായിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ എങ്ങനെ കയറ്റിയത്? സ്വമേധയാ കയറി. എന്തുകൊണ്ട്? അവരെല്ലാം ഇതുപോലെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നവരായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇവിടുത്തെ ആരാധനയും ഇവിടുത്തെ ദൈവവും ഇവിടുത്തെ രീതികളുമാണ് ഏറ്റവും അഭികാമ്യം. ഈ അപ്പച്ചൻ പറയുന്ന ദൈവം ഉള്ള ദൈവം തന്നെയാണ്. നാട്ടിലാർക്കും ബോധ്യമില്ല കേട്ടോ. 120 കൊല്ലം പ്രസംഗിച്ചിട്ടും ഒറ്റ ആൾ പോലും മാനസാന്തരപ്പെട്ടില്ല. 3 പേര് മാനസാന്തരപ്പെട്ടെന്ന് ഞാൻ പറയും. ആരാ ഈ 3 പേര്? 3 മരുമക്കൾ. കാരണം മക്കൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നിൽക്കാത്തതാണ് മരുമക്കൾ. പക്ഷെ അവർക്കും നല്ല ഉറപ്പായി ഈ പറയുന്നതൊക്കെ ശരിയാണ്, ഈ ദൈവം യഥാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ പെട്ടകത്തിനകത്ത് കയറിയെന്ന് പറഞ്ഞതുപോലത്തെ ഒരു കൺവിക്ഷനാണ് ആരുടെയും ഹൃദയത്തിൽ വരുന്നത്? രൂത്തിൻ്റെ ഹൃദയം. രൂത്തിനെ ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയാത്തതുപോലെ ഇതൊരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ശിഷ്യത്വത്തിലേക്കുള്ളൊരു വിളി. നമ്മൾ നമ്മളെ തന്നെ നിഷേധിച്ച് ക്രൂശെടുത്ത് വരാവുന്ന പ്രതിസന്ധികളെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ നാൾതോറും അവൻ്റെ പിന്നാലെ പോകാനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിന് തുല്യമായിട്ട് ഞാൻ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഏതാണെങ്കിലും 1-ാം അധ്യായത്തിൽ നമ്മൾ മോവാബ് ദേശമാണ് കാണുന്നത്. അവിടെ രൂത്തിൻ്റെ ഉറച്ച തീരുമാനം ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു ബോവസ് ഉണ്ടെന്നും ഒരു വീണ്ടെടുപ്പുണ്ടെന്നും ഒന്നും ഇപ്പം അറിയാവോ? ഒന്നും അറിയാൻ പാടില്ല. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടല്ല. ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇതൊന്നും അവളുടെ മനസ്സിൽ ആ സമയത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ മനസ്സിലിരിക്കുന്നത് ഞാൻ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ആ ജനത്തോടുകൂടെ ചേരണം, ആ ദൈവത്തെ ആരാധിക്കണം, അതിൻ്റെ ആ ആരാധനാലയത്തിൽ എനിക്ക് ഒന്ന് പോകണം. നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്ന പോലെ നിൻ്റെ ആലയത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. ഈ ഉൾക്കാഴ്ചകളെല്ലാം രൂത്തിൽ പ്രവർത്തിച്ചപ്പോഴാണ് ഈ ഒരു തീരുമാനം. പറ്റി നിന്നു, ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ കഴിയാതെ പോയി. അവിടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ കഥ പറഞ്ഞു കഴിഞ്ഞു. ക്യാമറ ഇപ്പം എവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2-ാം അധ്യായം ആയപ്പോഴത്തേക്ക് ഇവർ ഇവരുടെ ദേശത്തെത്തി. അമ്മായിയമ്മയും മരുമോളും കൂടി യാത്ര ചെയ്ത് സഞ്ചരിച്ച് നടന്നെന്നൊക്കെ എവിടെ നിങ്ങൾ വായിച്ചാൽ കാണാനായിട്ട് സാധിക്കും. ഈ നടന്നു പോയത് വന്നിട്ട് ഈ ഒരു കാര്യം കൂടെ ചിലപ്പോൾ നോക്കുന്നത് നല്ലതായിരിക്കും. 2-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് 18-ാം വാക്യം തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലേഹം വരെ നടന്നു. ഞാൻ നടന്നെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ബോധ്യം വന്നില്ല, അപ്പോൾ ഒന്ന് വായിപ്പിച്ചെന്നേ ഉള്ളൂ. തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുകയില്ലെന്ന് കണ്ടപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറി എന്നല്ല പറഞ്ഞേക്കുന്നത്. രണ്ടുപേരും കൂടി നടന്ന് അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പീൻ. ഇനി ഇത് ശ്രദ്ധിക്കുക, സർവശക്തൻ. വീണ്ടും 21-ാം വാക്യം വായിച്ചാൽ, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം സംഭാഷണ മധ്യേ നവോമി റെഫർ ചെയ്യുന്ന ഒരു പദം സർവശക്തൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജനമെല്ലാം വന്നുകൂടിയപ്പോൾ 2 പ്രാവശ്യം സർവശക്തൻ എന്ന് പറഞ്ഞെങ്കിൽ നവോമിയുടെ വീട്ടിൽ വെച്ച് എനിക്ക് തോന്നുന്നു 1000 പ്രാവശ്യം പറഞ്ഞു കാണും. ഇതാര് കേട്ട് കാണും? മരുമോള് കേട്ട് കാണും, രൂത്ത് കേട്ട് കാണും, ഓർപ്പയും കേട്ടതാ. പക്ഷെ ഓർപ്പയ്ക്ക് കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അതവൾക്ക് ഉപകാരമായി വന്നില്ല. എന്നാൽ രൂത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചു. രൂത്തിനൊരു കാര്യം മനസ്സിലായി, ഈ അമ്മായിയമ്മ സേവിക്കുന്ന ദൈവം സർവശക്തനായ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവമാണ്. ഈ പുസ്തകത്തിൽ, രൂത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ യഹോവ അല്ലെങ്കിൽ സർവശക്തൻ എന്ന പദം എബ്രായ ഭാഷയിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് ഓൾവേസ് മൈ പ്രൊവൈഡർ, ഹീ ഈസ് ഓൾവേസ് ബൈ മൈ സൈഡ് ആൻഡ് ഹീ ഈസ് ഓൾവേസ് മൈ ലീഡർ എന്നാണ് യഹോവ അല്ലെങ്കിൽ സർവശക്തൻ എന്ന് നവോമിയും രൂത്തും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മൂലഭാഷയിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം എപ്പോഴും എൻ്റെ ദാതാവാണ്. ഈസ് ഓൾവേസ് മൈ പ്രൊവൈഡർ. എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരുവാൻ, എനിക്ക് ആഹാരം തരുവാൻ, എനിക്ക് വസ്ത്രം തരുവാൻ, എനിക്ക് പാർപ്പിടം തരുവാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഹീ ഈസ് ഓൾവേസ് മൈ പ്രൊവൈഡർ. അവനാണ് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതൊക്കെ
തരുന്നത്. ഞാൻ ഒഴിഞ്ഞാലും എന്നെ നിറയ്ക്കുന്നത് എൻ്റെ സർവശക്തനായ ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്. ഓൾസോ ഇറ്റ് സേസ് ദാറ്റ് അങ്ങനെ ഒരു ദൈവം ഉണ്ട്. ഈ ദൈവം എവിടെയുണ്ട്? ഹീ ഈസ് ഓൾവേസ് ബൈ മൈ സൈഡ്. അവൻ എപ്പോഴും എൻ്റെ അരികിൽ തന്നെ ഉണ്ടെന്ന്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ദൈവം പ്രൊവൈഡറാണ്, എനിക്ക് വേണ്ടി എല്ലാം കരുതുകയും തരികയും ചെയ്യുന്നവനാണ്. പക്ഷെ അത് അന്വേഷിച്ച് ഈ കട എവിടാന്ന് അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് പോകണ്ട, കട വീട്ടിലോട്ട് തന്നെ വന്നേക്കാണെന്നാണ് പറഞ്ഞത്. ഈ പ്രൊവൈഡർ എവിടെയുണ്ട്? ഓൾവേസ് ബൈ മൈ സൈഡ്, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവൻ. അതാണല്ലോ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നിരന്തരമായി നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യവും ആ ദൈവം സർവശക്തനാണെന്നുള്ളതും ആ ദൈവത്തിൽ ആശ്രയിക്കാമെന്നുള്ളതും ഈ അമ്മ മോളെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കഷ്ടതകളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി. കഷ്ടതകൾ പലപ്പോഴും നല്ലതാണ് കേട്ടോ. കഷ്ടതകളുടെ നടുവിൽ നമ്മൾ തിരിച്ചറിയുന്നത് എൻ്റെ അടുക്കലിരിക്കുന്ന, എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം. പലരും ഇപ്പോൾ കഷ്ടത ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ പല പ്രസംഗകരും സുവിശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഷ്ടത വന്നാൽ നീ പിശാചിൻ്റെ പിടിയിലാണ്, ദൈവം നിനക്ക് എല്ലാം അനുഗ്രഹത്തിൻ്റെ മഴയാക്കി തരാനായിട്ട് പോകുന്നു. പക്ഷേ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല. നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ യേശു തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസിന് അതേ പറയാനുള്ളൂ. പത്രോസ് പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിനകത്ത് ലജ്ജിച്ചു പോകരുത്. അതേറ്റവും അനുഗ്രഹകരമായിട്ടുള്ളൊരു കാര്യമാണ്. കഷ്ടത അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾ പാപം വിട്ട് ഒഴിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്താനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നവോമിക്കുണ്ടായിരുന്നു. നവോമി അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സർവശക്തൻ എന്ന് പറഞ്ഞാൽ മൈ പ്രൊവൈഡർ, ഓൾവേസ് ബൈ മൈ സൈഡ് ആൻഡ് ഓൾവേസ് മൈ ലീഡർ എന്ന് പറഞ്ഞാൽ എന്നെ നയിക്കുന്നത്, ഞാൻ എങ്ങോട്ട് പോകണമെന്നുള്ളത് എനിക്ക് കാണിച്ചു തരുന്നത് ഈ സർവശക്തനായ ദൈവം. ഇസ്രായേൽ മക്കളെ അങ്ങനെയാണല്ലോ നയിച്ചത്. അവൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പോകുന്നതനുസരിച്ചിട്ടാണ് ജനം പോയത്. മേഘം പൊങ്ങുമ്പോൾ, മേഘം നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ കാര്യം ഓർത്താൽ മതി. മോശയല്ല അവരെ നയിച്ചത്. നമ്മൾ സംഖ്യാപുസ്തകമൊക്കെ പഠിച്ചിങ്ങോട്ട് വന്നതാണ്. സംഖ്യാപുസ്തകത്തിൽ വന്നപ്പോൾ മോശയെ ദൈവം പിരിച്ചുവിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുവരെയൊക്കെ മോശ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ദൈവം നേതൃത്വം ഏറ്റെടുത്തിട്ട് നമ്മളവിടെ വായിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ആദ്യമായി യാത്ര പുറപ്പെട്ടു. ഇപ്പം മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി. 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം സംഖ്യാപുസ്തകം. അവിടെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, ആദ്യമായെന്ന് പറഞ്ഞാൽ അവൻ്റെ അർത്ഥം ദൈവം നേതൃത്വം കൊടുത്തിട്ട് മേഘം പൊങ്ങിയിട്ട് ദൈവം പറയുമ്പം അതൊരു മോശ പറയുന്ന പോലെ പോയത്. മോശയോട് ദൈവം പറഞ്ഞു കാണും, പക്ഷേ മോശയാണ് ജനത്തോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം മോശമല്ല പറയുന്നത്. ഈ മേഘം പൊങ്ങുക എന്ന് പറഞ്ഞാൽ നേരിട്ട് എല്ലാവർക്കും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ദൈവം നടത്തിപ്പുകൾ ഗ്രഹിക്കുവാനുമുള്ള ഒരു സാഹചര്യം സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ദൈവമാണ് ഇപ്പോഴും ഈ രൂത്തിൻ്റെയും നവോമിയുടെയും കൂടെ ഉള്ളതെന്നുള്ള അർത്ഥത്തിലാണ് സർവശക്തൻ, യഹോവ എന്നുള്ള പദം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ പദം മറന്നു പോകരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഗോഡ് ഈസ് ഓൾവേസ് മൈ പ്രൊവൈഡർ, ഹി ഈസ് ഓൾവേസ് ബൈ മൈ സൈഡ് ആൻഡ് ഹി ഈസ് ഓൾവേസ് മൈ ലീഡർ. ദൈവം എപ്പോഴും എൻ്റെ ദാതാവാണ്, അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അവനാണ് എന്നെ നയിക്കുന്നത്, എന്നെ കരുതുന്നത്, എന്നെ നയിക്കുന്നത്, എന്നെ നടത്തുന്നത്, എന്നെ പാലിക്കുന്നത് എൻ്റെ ദൈവമാണ്. അപ്പോൾ ആ ഒരു അവബോധത്തിലാണ് ഈ കുടുംബം ജീവിച്ചതെന്നുള്ളത് കൊണ്ടാണ് വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന മരുമോൾക്ക് ഈ ദൈവത്തെ പരിചയപ്പെടുവാനും ഇങ്ങനെ ഉറച്ച ഒരു തീരുമാനം എടുക്കുവാനും കഴിഞ്ഞത്. ഓക്കെ, അത് തുടക്കമാണെന്ന് വിചാരിക്കുക. അങ്ങനെ അവർ ദേശത്തെത്തി അല്ലേ. യാക്കോബിൻ്റെ കാലത്താണ് അവർ ബേത്ലഹേമിൽ എത്തിയതെന്ന് 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമുണ്ട്. 2-ാം അധ്യായം, നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലെക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു, അവന് ബോവസ് എന്ന് പേർ. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധ ബോവസിൻ്റെ വയലിലേക്ക് തിരിക്കുകയാണ്. ബോവസിൻ്റെ വയലിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ വയലിൽ കൊയ്ത്തിൻ്റെ കാലമാണ്. ഒരുപാട് പേര് കൊയ്യുന്നു, മെതിക്കുന്നു, ധാന്യം ശേഖരിച്ച് വെക്കുന്നു. യജമാനൻ അങ്ങോട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ബോവസിനെ കുറിച്ചും പഠിക്കണം കേട്ടോ, സമയം കിട്ടുകയാണെങ്കിൽ. ബോവസ് ഈ അദ്ദേഹത്തിൻ്റെ ഫീൽഡിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഈ യവം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൊയ്ത്തൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ എത്ര തൊഴിലാളികളുണ്ടാകുമെന്നൊക്കെ ഒന്ന് തിരക്കഥ എഴുതുന്നവരാലോചിക്കുകയാണെങ്കിൽ എത്ര തൊഴിലാളികളുണ്ടാകും, എത്ര കൊയ്ത്ത് യന്ത്രങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ, ദെർ വർ സോ മെനി പീപ്പിൾ ഇൻ ദ ഫീൽഡ്. ജോലി ചെയ്യുന്ന കുറേ ആളുകൾ അവിടെ നിൽപ്പുണ്ട്.
അപ്പോൾ അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ ബോവസ് ഇങ്ങനെ വരികയാണ്. ഒരു എങ്ങനെ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. രഥത്തിലാണോ വന്നത് അതോ കാറിലാണോ വന്നത്, എങ്ങനെയാലും അവിടെ വന്ന് ഇറങ്ങുകയാണ്. വന്നിറങ്ങിയ ഉടനെ എന്താ ഗുഡ് മോർണിംഗ് അങ്ങനെ വല്ലതും പറയുമോ? അല്ല, പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ 4-ാം വാക്യം? അപ്പോൾ ഇതാ ബോവസ് ബെത്ലഹേമിൽ നിന്നും വരുന്നു, അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ, ഗുഡ് മോർണിംഗും അല്ലെങ്കിൽ കൈവോക്കി വിഷ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്, മറ്റവരെല്ലാം പുള്ളിയെ നമസ്കരിച്ചു എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. എന്താ പറഞ്ഞത്? യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. യഹോവ എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് പറഞ്ഞു? യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കിയേ, അവിടെ അത് തന്നെ ഒരു ആത്മീയ അന്തരീക്ഷമാണ് അവിടെ. അപ്പം ആ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പൊ ആര് വന്നേക്കുന്നത്? രൂത്ത്. അപ്പൊ രൂത്തിനും ഭയങ്കര സന്തോഷമായി കാണും അല്ലേ? കാരണം രൂത്ത് ഒരു പ്രതീക്ഷയിലാണ് വന്നത്. എന്താ? നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡിലേക്ക് തന്നെയാണ് ദൈവം ഭാഗ്യവശാൽ അവളെ കൊണ്ടുവരുന്നത്. അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ വന്നപ്പോൾ അവിടെ ഈ അധ്വാനത്തിൻ്റെ ഭാരം കൊണ്ട് പിറുപിറുക്കുകയും ചീത്ത വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നേരെ പണിയെടുത്തോ എന്ന് പറയുന്ന തൊഴിലാളികളെ ഒന്നും അല്ല കാണുന്നതാണോ? സാധാരണ മുതലാളി മാനേജർ വരുമ്പോഴത്തേക്ക് എഴുതാതിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് എഴുതാൻ തുടങ്ങുന്നു, പണിയെടുക്കാതിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് മാസിക വായിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് അത് അടിയിലേക്ക് തള്ളിയിട്ട് ഫയലെടുത്ത് മുമ്പിൽ വെക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറ്. പക്ഷേ ഇവിടെ കാണുന്നത് അങ്ങനെയൊന്നുമല്ല. ഇവിടെ കണ്ടത് എന്താ കണ്ടത്? ഉടനെ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ തിരിച്ചു വാര് പറയുകയാണ്, യഹോവ നിന്നെ യു സീ ദാറ്റ്. എത്ര മനോഹരമായിട്ടുള്ളൊരു ചിത്രമായിരിക്കും. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും സിനിമ പിടിക്കുമെന്നാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് അവിടെ കാണുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ. പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ആ ഫീൽഡിൽ നടന്ന വേറൊരു കാര്യത്തിലേക്കാണ്. മോവാബ് ദേശത്ത് നിന്ന് നമ്മൾ ബോവസിൻ്റെ വയലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക എഗെയിൻ നമ്മൾ ഇതിനകത്തെ ഒരു കഥാനായികയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നു. ആദ്യം ഈ കാര്യങ്ങളൊക്കെ കണ്ടു. ആദ്യം ഇത് കാണിച്ചത് സീൻ മാറിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മോവാബ് ദേശം മാറി, ഇപ്പോൾ ഏത് ദേശമായിരിക്കുന്നു? ബേത്ലഹേമായിരിക്കുന്നു. ഇവിടെ ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു മെതിയും കൊയ്ത്തും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ക്യാമറയിൽ കൂടി കാണിച്ച് യജമാനൻ വന്നിറങ്ങുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും പ്രതിവചിക്കുന്നതും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമറ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് രൂത്തിൻ്റെ അടുത്തേക്ക്. രൂത്തിലേക്ക് വരികയാണ്. അപ്പോൾ രൂത്ത് എന്താ ചെയ്യുന്നത്? നമുക്ക് 2-ാം വാക്യത്തിൽ വായിച്ചു നോക്കിയാൽ കാണാമല്ലോ. 2-ാം വാക്യം. അവന് ബോവസ് എന്ന് പേര്. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവരെ ഞാൻ വയലിൽ ചെന്ന്, ആ പ്രയോഗമാണ് എനിക്ക് വേണ്ടത്. സോ നൗ ഷീ സെയ്സ്, ഇവിടെ എത്തി, നാട്ടിലെത്തി, അമ്മ മോളും കൂടെ താമസിക്കുകയാണ്. അപ്പോൾ നേരം വെളുത്തപ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനേം? അമ്മച്ചി എനിക്കിവിടെ ആരെയും പരിചയമില്ല, എനിക്കിവിടെ ഒന്നും അറിഞ്ഞുകൂടാ, അമ്മച്ചി പോയി ജോലിയൊക്കെ ചെയ്ത്. അല്ല, നിങ്ങൾക്ക് ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പറഞ്ഞേനേയും? അമ്മച്ചി പോയി ജോലിയൊക്കെ ചെയ്ത് ഞാനിവിടെ കഞ്ഞിയൊക്കെ വെച്ച് വീടൊക്കെ നോക്കി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ ഇരിക്കാം. അമ്മച്ചി പോയി ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാം, എന്നിട്ട് നമുക്ക് അത് ഞാൻ അനത്തി പെറുക്കി തരാം. അല്ലെങ്കിൽ അമ്മച്ചി വന്നിട്ട് വെച്ചാലും മതി, ഞാൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സന്തോഷമായിട്ട് ആഹാരം കഴിച്ച്. ദാറ്റ്സ് നോട്ട് ദ വേ രൂത്ത് റെസ്പോൺസ് അല്ലേ? രൂത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്? രൂത്ത് നേരം വെളുത്തപ്പോഴേ അസ്വസ്ഥയാകുകയാണ് ചെയ്യുന്നത്. എന്താ? അധ്വാനിക്കാതെ ജീവിക്കാൻ ഒക്കുകയില്ല. ഐ മസ്റ്റ് ഗോ ടു ദ ഫീൽഡ്. എനിക്ക് വയലിലേക്ക് പോകണം, എനിക്ക് വേല ചെയ്യണം. അല്ല, നമ്മൾ ഒരല്പം ഇങ്ങോട്ടൊന്ന് മാറിയാൽ സദൃശ്യവാക്യത്തിൽ ഒരു വെർച്വസ് വുമൺ, ഉത്തമയായിട്ടുള്ള ഭാര്യയുടെ ചിത്രമുണ്ട് 30-ാം അധ്യായത്തിൽ. അവൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു. ഞാൻ കൂടുതലൊന്നും വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിക്കാം. അപ്പോൾ അവൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, ഉത്സാഹത്തോടെ ജോലികളൊക്കെ ചെയ്യുന്നു. അവിടെ ഭർത്താവിനെക്കുറിച്ച് പ്രശംസിക്കുന്നു. വളരെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാമർഥ്യമുള്ള ഭാര്യയാണ് നമ്മളവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു വെർച്വസ്, ഒരു ഉത്തമ സ്ത്രീയാണ്. അപ്പോൾ ഉത്തമ സ്ത്രീക്ക് ഒരു ഉദാഹരണമാണ് രൂത്ത് എന്നുള്ളത് കൊണ്ട് നേരം വെളുത്തപ്പോഴേ ഉത്തമ സ്ത്രീയായ രൂത്ത് പറയുകയാണ്, ഐ വിൽ ഗോ ടു ദ ഫീൽഡ്. ഞാൻ വയലിലേക്ക് പോകട്ടെ, ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ. അപ്പം നവോമി തടയുന്നില്ല. എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച്, ആരെങ്കിലും എന്നോട് ദയ കാണിക്കും എന്ന് പറയുമ്പോൾ അവിടെയും വെളിപ്പെടുന്നത് അവളുടെ ദൈവവിശ്വാസമാണ് അല്ലേ? ആരിൽ ആശ്രയിച്ചുകൊണ്ടായി പോകുന്നത്? ദൈവത്തിൽ ആശ്രയിച്ച്. ചെറുപ്പക്കാരിയാണ്, ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ബോവസിൻ്റെ സംഭാഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ആരും അവളെ
ഉപദ്രവിക്കാതിരിക്കാൻ, തൊടാതിരിക്കാനായിട്ട് പ്രത്യേകം ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ വയലിൽ വന്നാൽ ഉപദ്രവത്തിനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട്, കാരണം ഇവരൊരു അന്യജാതിക്കാരാണെന്ന് അവളെ കാണുമ്പോൾ മനസ്സിലാവും. അവൾ പട്ടണം മുഴുവൻ ഇളകി വന്നുകൊണ്ട് കഥയൊക്കെ നാട്ടുകാർക്കറിയാം. ഭർത്താവില്ല, അമ്മായിയപ്പനില്ല, ഒരു വിധവയായ അമ്മയും വിധവയായ മരുമകളുമാണിത്. അതുകൊണ്ട് ഇവരെ പീഡിപ്പിച്ചാലും അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിച്ചാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കഥയൊക്കെ അവിടെ പാട്ടായതുകൊണ്ടാണ് അവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പോകുന്നത്. നോയിങ് ഓൾ ദീസ് തിങ്സ്, ഈ സാഹചര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ലെറ്റ് മീ ഗോ ടു ദ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്നാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞത് മോവാബ് ദേശത്ത് വെച്ച് രൂത്ത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തെന്നാണ് പറഞ്ഞത്. അങ്ങനെ കർത്താവിന് വേണ്ടി ഒരു ഉറച്ച തീരുമാനം എടുത്താൽ ആ സ്നേഹത്തിനൊരു പ്രതികരണം, ഒരു റെസ്പോൺസ് ഉണ്ട്, ലവ്സ് റെസ്പോൺസ്. അതെന്താണെന്ന് ചോദിച്ചാൽ സർവീസ്. നമ്മളെ രക്ഷിച്ചത്, നമ്മളെ കർത്താവ് ഈ ഒരു ദൈവാവബോധത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫ്രം സാൽവേഷൻ ടു സർവീസ്. നമ്മളെ കർത്താവ് വീണ്ടെടുത്തത്, വിടുവിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെ രക്ഷിച്ചല്ലോ എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാണ്? അവനെ സേവിക്കാൻ വേണ്ടിയാണ്, അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അവൻ്റെ വേല ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഫ്രം ഡിസിഷൻ ടു സർവീസ്, തീരുമാനമെടുത്തു, ദൈവത്തെക്കുറിച്ചുള്ള അവബോധം കിട്ടി, ദൈവത്തിനായിട്ട് തന്നെ സമർപ്പിച്ചു. അവിടുന്ന് പോകുന്നത് എങ്ങോട്ടാണ്? സേവനത്തിലേക്കാണ്. അവളുടനെ ലെറ്റ് മീ ഗോ ടു ദി ഫീൽഡ്. ഫീൽഡ് അറിയാമോ എന്ന് ചോദിച്ചാൽ ഫീൽഡ് അറിയാമോ? അറിയാൻ പാടില്ല. പക്ഷേ ദൈവം ഉള്ളതുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭാഗ്യവശാൽ എവിടെ എത്തിച്ചേർന്നത്? ബോവസിൻ്റെ വയലിലാണ്. അപ്പോൾ നമ്മൾ കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയാൽ ഒരിക്കലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല. നമ്മൾ എത്തേണ്ട വയലിൽ, എത്തേണ്ട സ്ഥലത്ത്, എത്തേണ്ട രീതിയിൽ തന്നെ ദൈവം നമ്മളെ എത്തിക്കും. എന്നിട്ട് ബോവസ് വളരെ കൈൻഡായിട്ട് അവളോട് ഇടപെടുന്നതൊക്കെ നമുക്ക് കാണാം. അതെല്ലാം നിങ്ങൾ കഥയിൽ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആ പുസ്തകം തീർക്കണമല്ലോ, മുന്നോട്ട് പോകാം. അപ്പം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ട് രൂത്ത് തിരിച്ച് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നിട്ട് വിവരങ്ങളൊക്കെ അമ്മയോട് പറയുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് ചെന്നത്, നിങ്ങളുടെ ശ്രദ്ധയിൽ കഥയുണ്ടല്ലോ അല്ലേ, ഞാൻ ഇന്ന സ്ഥലത്താണ് പോയത്, അപ്പം ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇടയായി. നമുക്ക് 10-ാം വാക്യം വായിക്കാം, 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളൊക്കെ വായിക്കാം. അപ്പോൾ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരി ആയിരിക്കെ നീ എന്നെ വിചാരിക്കുവാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. അപ്പൊ ബോവസ് എന്താ കേട്ടത്? ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോവസ് കേട്ട ന്യൂസ് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ബോവസിന് രൂത്തിൽ സ്നേഹം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം? നീ നിൻ്റെ അമ്മയ്ക്ക് ചെയ്തിരിക്കുന്നത് എന്താ ചെയ്തത്? ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടു, അമ്മായിയമ്മയോട് പറ്റി നിന്നു. അമ്മായിയമ്മയ്ക്കൊരു സഹായം വേണം, ഞാനായിരിക്കും ആ സഹായം എന്നവൾ തീരുമാനിച്ചു. പിന്നെന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? നിൻ്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട്. കണ്ടോ, അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ടു. കർത്താവിൻ്റെ പിന്നാലെ ഒരുത്തം പോകണമെന്നുണ്ടെങ്കിൽ ഇതന്നെയല്ലേ യേശു പറഞ്ഞത്? ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയായിരിക്കും, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ രൂത്തിനെ പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലാവും ഈ വാക്യം കണ്ടതുകൊണ്ട്. രൂത്തിനെ പോലെ. രൂത്ത് എങ്ങനെ വന്നു? അപ്പോൾ എങ്ങനെ രൂത്ത് വന്നതെന്ന് ചോദിച്ചാൽ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ടു. അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, സ്വദേശത്തെ വിട്ടു, മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ നമ്മൾ വേലയ്ക്കായിട്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നായി പറഞ്ഞത്? നമുക്കെല്ലാം പരിചയമുള്ള ആളാണെങ്കിൽ ഓക്കെ അല്ലേ, നേരത്തെ തന്നെ എല്ലാവരെയും അറിയാം, ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ടെൻഷൻ വരും. എന്നെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാമെന്ന് പറഞ്ഞതാണ്, 1 മണിക്കൂറായിട്ട് വന്നില്ലെങ്കിൽ തന്നെ. രൂത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രൂത്ത് എങ്ങോട്ടാണ് പോയത്? മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെയും ബോവസ് പറയുന്നത് 12-ാം വാക്യത്തിൽ, നിൻ്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്. അപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം വാക്യത്തിനകത്തുണ്ട് അല്ലേ. ഇവളെവിടെ ആശ്രയിച്ചത്, എങ്ങനെ വന്നതെന്നുള്ളത് ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറഞ്ഞത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്. ആ പ്രതിഫലം അവിടെ നിൽക്കട്ടെ. അവിടെ ആശ്രയം എവിടെയായിരുന്നു? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നീ. അപ്പോൾ രൂത്തിൻ്റെ പ്രത്യേകത അതാണ്. അവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം അവളെ കൈവിടുകയില്ല, അവളെ ഉപേക്ഷിക്കുകയില്ല. അവൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. അത് നവോമി തിരിച്ചറിഞ്ഞപ്പോഴാണ് 20-ാം വാക്യത്തിൽ പറഞ്ഞത്, നവോമി മരുമകളോട് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലേ. ഞാൻ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു, അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും. അപ്പം വേറെ ഒരുത്തനുണ്ടെന്നും കൂടെ അതിനകത്ത് സൂചന വന്നു കഴിഞ്ഞു. നമുക്ക് അടുത്ത ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും. എന്നിട്ട് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ തമ്മിലൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായി. 3-ാം അധ്യായത്തിൽ അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? എന്താ അപ്പം വിവാഹം കഴിക്കാമെന്നുള്ള ആഗ്രഹത്തിലോ ഒരു ഭാവി ഉണ്ടാകുമെന്നുള്ള ആഗ്രഹത്തിലോ ഒന്നുമല്ല ഇവൾ ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും അവൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം പെട്ടെന്ന് അമ്മയുടെ ഉള്ളിലൊരു ആലോചന കൊടുക്കുകയാണ്. ഇവളിങ്ങനെ ഇന്ന സ്ഥലത്താണല്ലോ ചെന്നുപെട്ടത്, ആ ആള് വീണ്ടെടുപ്പുകാരനും അടുത്ത ചാർച്ചക്കാരനുമാണല്ലോ, അവൻ ഇവളോട് ദയ കാണിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവൾക്കൊരു വിശ്രമസ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വിശ്രമസ്ഥലം ഏതാ? ഒരു വീട്. വിശ്രമസ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പല ആളുകളും കല്യാണം കഴിച്ച ഒരു വിശ്രമസ്ഥലത്തേക്കാണ് വിടുന്നത്. പക്ഷെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് വിശ്രമസ്ഥലമല്ല, പരിശ്രമ സ്ഥലമാണെന്ന് തിരിച്ചറിയുന്നതെന്ന്. അല്ല, പിന്നെ ചില കല്യാണം കഴിക്കുന്നതന്നെ വീട്ടിൽ ആരും ഇല്ല, ജോലിക്കാരും ഇല്ല, അതുകൊണ്ടാണ് അല്ലേ. എന്നാൽ പിന്നെ ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു വിശ്രമസ്ഥലം അന്വേഷിച്ച് ഞാൻ നിനക്ക് വേണ്ടി, നിൻ്റെ ഭാവിക്ക് വേണ്ടി ഞാൻ കരുതേണ്ടതല്ലയോ എന്നാണ് അവിടെ ചോദ്യം. അപ്പം ഭാവിക്ക് വേണ്ടി കരുതാം. അപ്പോൾ അത് ബോവസ് ആണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നവോമിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന കൊടുത്തു. എന്നിട്ട് 3-ാം അധ്യായം മുഴുവൻ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്കഷനും അവർ തമ്മിൽ ഇതേക്കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ്ങുമാണ്. അപ്പം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന. അപ്പോൾ നവോമിക്കും രൂത്തിനും ദൈവം ഇനി മുന്നോട്ട് പോകാനുള്ള ആലോചനകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആലോചനയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ അവസാനമായിട്ട് കൊടുക്കുന്ന ഉപദേശം ആണ് ഞാൻ 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. 18-ാം വാക്യം, 3:18. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ കേസ് അവസാനം എവിടെ എത്തി? ബോവസിൻ്റെ അടുക്കൽ എത്തി. ബോവസിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ബോവസ് പറഞ്ഞു, ആ കാര്യം ഞാൻ ഏറ്റു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട്, അവനാണ് ഇത് നിവർത്തിക്കേണ്ടത്. അവൻ നിവർത്തിക്കുമോ എന്ന് നോക്കട്ടെ, അവൻ നിവർത്തിക്കുന്നില്ലെങ്കിൽ ആ മുറ ഞാൻ നിവർത്തിക്കാം. അങ്ങനെ പറഞ്ഞിട്ടാണ് 13-ാം വാക്യം, 3:13, 12:13. ഈ രാത്രി താമസിക്കുക, നാളെ ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. അതാണ് കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ്. എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കുക, നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിക്കുവാൻ അവന് മനസ്സില്ലെങ്കിലോ, യഹോവയാണേ, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും, രാവിലെ വരെ കിടന്നുറങ്ങിക്കൊള്ളുക. അങ്ങനെ അവൾ രാവിലെ കിടന്നുറങ്ങി. എന്നിട്ട് തിരിച്ച് അമ്മയുടെ അടുക്കൽ ചെന്ന് 16-ാം വാക്യത്തിൽ അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. അപ്പം ദൈവം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ ദൈവം കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ചെയ്തതൊക്കെ അറിയിച്ചു കഴിഞ്ഞ് ഇനി ഭാവിയുടെ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അവസാനം പറയുകയാണ്, എൻ്റെ മകളെ, ഈ കാര്യം അവൻ ഏറ്റെടുത്തല്ലോ, ഇനി ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ എന്ത് ചെയ്യണം? അനങ്ങാതിരിക്കുക. ഇതെന്താകുമെന്ന്, ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. അപ്പം നവോമിക്ക് ആരെ അറിയാം? ബോവസിനെ അറിയാം, ബോവസിൻ്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ക്യാമറ തിരിക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ മെതിക്കളത്തിലാണ്.
വേദിക്കളത്തിലാണ് രൂത്ത് വന്ന് ബോവസിനെ ആശ്രയിക്കുന്നതും ബോവസുമായിട്ട് സംഭാഷണം നടന്നതും എന്നിട്ട് രൂത്ത് തിരിച്ച് അമ്മായിയമ്മയുടെ അടുക്കൽ പോകുന്നതും. അപ്പോൾ അമ്മായിയമ്മയുടെ അടുക്കൽ ചെന്നപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വാക്യം വരുന്നത്, ഈ കാര്യം എന്താകുമെന്ന് അറിയുന്നത് വരെ നീ അനങ്ങാതിരിക്കുക. സോ അപ്പോൾ അവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ സെക്യൂരിറ്റി ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം. സ്നേഹം ഉള്ള ഒരാളെ കണ്ടു കിട്ടിയാൽ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഗോഡ് സോ ലവ്ഡ് അസ്, ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സുരക്ഷിതത്വമുണ്ട്. നാം നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എത്തുവാൻ വേണ്ടി എന്ത് ചെയ്യണോ അത് ദൈവം ചെയ്തിരിക്കും. അപ്പോൾ ആ സുരക്ഷിതത്വത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അനങ്ങാതിരിക്കുക. ഒരു കാര്യം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യു ടേക്ക് റെസ്റ്റ്, റെസ്റ്റ്ഫുൾനെസ് ആണ്. അല്ലേ? എൻ്റെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു കാര്യം ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് അനങ്ങാതിരിക്കുക. ഈ കാര്യം തീർക്കുന്നത് വരെ നീ അനങ്ങിക്കൊണ്ടിരുന്നാൽ പിന്നെ ദൈവത്തിന് അനങ്ങാൻ ഒക്കുകയല്ലോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യു ബി സ്റ്റിൽ, യു ടേക്ക് റെസ്റ്റ്. നീ അടങ്ങിയിരുന്നെങ്കിലേ അവന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവൻ പ്രവർത്തിക്കാൻ വെച്ചാൽ നിങ്ങൾ അടുത്ത അധ്യായം വായിച്ചു നോക്കണം. അടുത്ത അധ്യായത്തിൽ അടുത്ത ചാർച്ചക്കാരനെ കാണാനും അടുത്ത ചാർച്ചക്കാരനോട് ഈ കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ ബോസ് പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ രൂത്ത് SMS അയക്കുകയും എന്തായി തീരുമാനമായോ എന്ന്. SMS ഇല്ലാഞ്ഞുകൊണ്ട് ഭാഗ്യം അന്ന്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അവസാനം ചീറ്റഡ് ആകുകയും ചെയ്തേനേയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് അവൾ ശ്രദ്ധിച്ചു. അവളോട് പറഞ്ഞത് യു ബി സ്റ്റിൽ, യു ടേക്ക് റെസ്റ്റ്. ഈ കാര്യം തീർക്കുന്നത് വരെ അയാൾ അടങ്ങിയിരിക്കുകയല്ല, അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കയറി നീ ബഹളമൊന്നും ഉണ്ടാക്കാതെ യു സ്റ്റാൻഡ് സ്റ്റിൽ, നീ അടങ്ങിയിരിക്കുക. എനിക്ക് ഈ ബൈബിളിൽ തന്നെ ഇഷ്ടമുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് ഈ 3:18. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഒരു കാര്യം ദൈവത്തിൻ്റെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, അല്ലേ? അപ്പോൾ ആളുകൾ ഒത്തിരി ഉപദേശങ്ങളായിട്ടൊക്കെ വരും. ദൈവത്തെ ഏൽപ്പിച്ചു, എന്നാലും ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്താൽ കുഴപ്പമില്ലല്ലോ, ഈ ഒരു കാര്യം കൂടെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പം നമുക്ക് അനങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ദൈവം അനങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഏറ്റവും നന്നായിട്ട് പറയുന്നൊരു ഉദാഹരണം, അല്ല നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, നമ്മുടെ പിള്ളേരാരെങ്കിലും സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. വൈകുന്നേരം വന്ന ഉടനെ പറയാണ്, ഡാഡി നാളെ 1000 രൂപ അടയ്ക്കാനുണ്ട്. പിള്ളേർക്കാണെങ്കിൽ സർക്കുലർ എഴുതി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരിക്കും. സർക്കുലറുണ്ട് കേട്ടോ ഡാഡി എന്നേ പറയുള്ളായിരിക്കും. പിന്നെ ബാക്കി ആരുടെ ജോലിയാണ്? ബാഗ് അങ്ങോട്ട് എറിഞ്ഞു, സർക്കുലറുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയും കൂടെ പോയി സർക്കുലർ എന്താണെന്നുള്ളത്, ഏത് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് തപ്പിയെടുത്ത് വായിച്ച് എന്താണ് അതിനകത്ത് അപ്പോഴാണ് കാണുന്നത് അതിനകത്ത് 1000 രൂപ. കൊച്ചെവിടെ പോയി? കളിക്കാൻ പോയി. ഇനി നാളെ രാവിലെ പോകാൻ നേരത്താണ് കൊച്ചെന്ത് ചോദിക്കാൻ പോണത്? 1000 രൂപ എന്ത്? അപ്പം അവന് വേറെ ടെൻഷനില്ല. ആ സമയത്ത് ടെൻഷനുണ്ടോ? അതോ സർക്കുലറുണ്ട് അതിനകത്ത് 1000 രൂപയാണ് പറഞ്ഞേക്കുന്നത്, ഡാഡിക്ക് പറ്റുമോ, അതോ ഞാനിപ്പോൾ ഇറങ്ങണോ എന്നേതെങ്കിലും പിള്ളേർ ചോദിക്കാറുണ്ടോ? പിള്ളേരെ വളർത്തിയിട്ടുള്ളവരൊക്കെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പിള്ളേർ പലരും ഇറങ്ങാറുണ്ട് എന്നാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പിള്ളേർ ഡാഡിയോട് പറഞ്ഞേച്ച് ഡാഡി അത്ര വിശ്വാസം ഇല്ലാത്തത് കാരണം ഇതൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്നാലും ഒരു 100 രൂപ ഒന്ന് കരുതി വെച്ചേക്കണം. പിന്നെ 2 പേരോട് പറയും ഒരു 50 രൂപ വീതം കരുതി വെച്ചേക്കണം. മൂന്നാമതൊരാളോട് പറയും 10 പേരോട് ഒരു 10 രൂപ വെച്ച്, കാരണം 10 വലിയ വിഷമമില്ലല്ലോ. അപ്പോൾ അവസാനം ഇതിൽ ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്യും എന്നങ്ങ് വിശ്വസിക്കുകയാണ്. ഒട്ടും വിശ്വസിക്കാഞ്ഞത് ദൈവത്തെയും. അങ്ങനെ വരാതിരിക്കാൻ ഈ വാക്യം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ച കാര്യം എന്താകും എന്ന് അറിയുവോളം നീ അടങ്ങാതിരിക്കുക, അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ദൈവത്തിന് സ്വസ്ഥത കൊടുത്തേക്ക്. ദൈവം സ്വസ്ഥമായിരിക്കത്തില്ല, ദൈവം അവിടെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ അറിയിച്ചാൽ പിന്നെ അതിൻ്റെ പിന്നിൽ എന്ത് വേണം? ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അതാണ് 4-ാം അധ്യായം. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അവൾ അങ്ങനെ അമ്മായിയമ്മ പറഞ്ഞതനുസരിച്ച് മിണ്ടാണ്ട് അടങ്ങാണ്ടിരുന്നു. ഗുണമുണ്ടായോ? ഗുണമുണ്ടായി. കാരണം ബോവസി വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പട്ടണവാതിക്ക് ചെന്നു. അടുത്ത ചാർച്ചക്കാരൻ പോകുന്ന കണ്ടു. എടോ ഇങ്ങോട്ട് വന്നാട്ടെ, ഇവിടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? ഞാൻ എടോ എന്ന് വിളിച്ചപ്പോൾ ചെല്ലു വിഷമം ചെയ്തു. അങ്ങനെ എഴുതിയിരിക്കുന്നതിനകത്ത് എടോ ഇങ്ങോട്ട് വന്നാട്ടെ, ഇവിടെ ഇരുന്നേ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എല്ലാം സംസാരിച്ച് തീർത്തു. അപ്പോൾ പുള്ളിക്കാരനെ വീണ്ടെടുക്കാനൊക്കെ താല്പര്യമായിരുന്നു. പക്ഷേ രൂത്തിനെ റെഡീം ചെയ്യാനായിട്ട്, വിവാഹം കഴിക്കാനായിട്ട്
താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാതെ വന്നപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്യിച്ചു. ബോവസ് അതിനുള്ള റൈറ്റ് മേടിച്ചു. ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു. അവർക്ക് ചില മക്കളുണ്ടായി. ആ കാര്യമൊക്കെയാണ് താഴോട്ട്, അതാണ് കഥ. അപ്പോൾ അവിടെ ലവ്സ് റിവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തിൽ നമ്മൾ സെക്യൂരിറ്റി, സുരക്ഷിതത്വം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിച്ചവൻ നമുക്ക് പ്രതിഫലം നൽകാതെ ഇരിക്കുകയില്ല. സ്നേഹത്തിന് പ്രതിഫലമുണ്ട്, സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങൾ ഇവൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടെടുപ്പുകാരനെ കണ്ടു, 2 വീണ്ടെടുപ്പുകാരെ കണ്ടു. ആത്മീയമായിട്ട് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും ഇതൊരു വിശ്വാസിയുടെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് ഈ 2 വീണ്ടെടുപ്പുകാരെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ, അടുത്ത ചാർച്ചക്കാരൻ ന്യായപ്രമാണം, വീണ്ടെടുത്ത ബോവസ് യേശുക്രിസ്തു. ന്യായപ്രമാണമാണ് യേശുവിനേക്കാൾ അടുത്ത വീണ്ടെടുപ്പുകാരൻ. അതിനാണ് ദൈവം ആരെ അയച്ചത്? ന്യായപ്രമാണത്തെ അയച്ചത്. പക്ഷെ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിക്കാനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ന്യായപ്രമാണം ചെയ്ത് വീണ്ടെടുപ്പ് പ്രാപിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നതെങ്കിലും ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനം മാത്രമേ തന്നുള്ളൂ. ന്യായപ്രമാണം പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ല. ന്യായപ്രമാണത്തിന് കുറേ കാര്യങ്ങളൊക്കെ താല്പര്യമായിരുന്നു. അതാണ് ആ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞത്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ഇവളെയും കൂടി കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള പണിയാണ്, അത് നടക്കത്തില്ല. പക്ഷെ കർത്താവ് നമ്മളെ കല്യാണം കഴിക്കാനാണ് വന്നത്, അല്ലേ? കർത്താവ് വന്നത് ഒരു മണവാട്ടിയെ അന്വേഷിച്ചാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എനിക്കതിനുള്ള അവകാശമുണ്ട്, എനിക്കതിനുള്ള ബന്ധമുണ്ട്, എനിക്കതിനുള്ള മനസ്സുണ്ട്, ഞാനത് ചെയ്യാം, ഞാൻ വീണ്ടെടുക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അവനെ പരമേൽപ്പിക്കാം. പിന്നെ ഈ വീണ്ടെടുപ്പിൻ്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലേവ്യ പുസ്തകം 25-ാം അധ്യായവും സംഖ്യാപുസ്തകം 35-ാം അധ്യായവും ആവർത്തന പുസ്തകം 19-ഉം 25-ഉം അധ്യായങ്ങളും ഞാൻ തന്ന നോട്ടിനകത്ത് അതെല്ലാം ഉണ്ട്. നിങ്ങളത് വീട്ടിൽ പോയി ക്ഷമാപൂർവ്വം നോക്കിയാൽ മതി. ആ അധ്യായങ്ങൾ വായിച്ചാൽ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഒരു ആൾ വിധവയാകുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് വീണ്ടെടുക്കേണ്ടതെന്നുള്ളതിൻ്റെ പ്രമാണങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു കേസാണ് യേശുവിൻ്റെ അടുക്കൽ പിൽക്കാലത്ത് കൊണ്ടുവന്നിട്ട് ചോദിച്ചത്. ഒരാൾ 7 കല്യാണം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി, ആരുടെ ഭാര്യയാകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, ആദ്യം പോയി ബൈബിൾ വായിച്ചേച്ച് വരാൻ പറഞ്ഞു, അല്ലേ? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാം, ബൈബിൾ വായിക്കാതെ ചോദ്യം ചോദിക്കാൻ വരരുതെന്ന്. പല ആളുകളും ചിലപ്പോൾ നമ്മളോടൊക്കെ പറയാറുണ്ട്, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഷ്ടൻ പന പോലെ. ഞാൻ ബൈബിൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഏത് വാക്യം ഒന്ന് കാണിച്ചു തരാൻ. അപ്പോഴത്തേക്ക് പറയാം, അത് ഏത് വാക്യമൊന്നും ഞങ്ങൾ വായിച്ചിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്, ദുഷ്ടൻ പന പോലെ തഴയ്ക്കും. ഇങ്ങനെയുള്ള കുറേ ആശയങ്ങൾ ആളുകളുടെ, അവനവൻ്റെ വിശ്വാസം അവനവനെ പൊറപ്പിക്കും. എവിടെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും വേദപുസ്തകത്തിൽ വാക്യം കാണിച്ചു തരാനൊക്കെയല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആളുകളിങ്ങനെയൊക്കെ പലതും പറഞ്ഞെന്നിരിക്കും, അത് കേട്ടിട്ടല്ല. അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അടുത്ത ചാർച്ചക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ന്യായപ്രമാണവും ഉണ്ടായിരുന്നു, യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ന്യായപ്രമാണം നമ്മെ എങ്ങോട്ട് നടത്തി? ക്രിസ്തുവിങ്കലേക്ക് നടത്തി. അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? 3:19 3:24 പറയുകയാണ്, ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മളെ നയിക്കുവാൻ ഒരു ശിശുപാലകൻ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി തീർന്നു. അപ്പോൾ ഈ അടുത്ത ചാർച്ചക്കാരനാണ് ബോവസിലേക്ക് രൂത്തിനെ വഴികാട്ടിയത്. ആ പുള്ളിക്കാരൻ തന്നെ അതങ്ങ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ബോവസിൻ്റെ അടുത്തേക്ക് കേസ് വരുമായിരുന്നില്ല. അപ്പോൾ ന്യായപ്രമാണത്തിന് പരിമിതികളുണ്ട്. ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് നൽകുന്നത്, പരിഹാരമല്ല. അതാണ് അടുത്ത ചാർച്ചക്കാരൻ. എന്നാൽ നമ്മളെ വീണ്ടെടുത്ത ബോവസ് യേശുക്രിസ്തു. അപ്പോൾ ഈ ഞാൻ കുറച്ച് അധ്യായങ്ങൾ പറഞ്ഞായിരുന്നു. ലേവ്യ 25, സംഖ്യ 35, ആവർത്തനം 19, 25. അപ്പോൾ യേശുവും ഇതിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയണമെന്ന് പറഞ്ഞതെന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തിരുവെഴുത്തുകൾ നിങ്ങൾ വായിച്ചാൽ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ വീണ്ടെടുക്കാനായിട്ട് വരുന്ന ആൾക്ക് അതിനുള്ള വില്ലിങ്നെസ് വേണം, മനസ്സൊരുക്കം. കാരണം ഒരു പ്രോപ്പർട്ടിയോ ഒരു ലേഡിയോ ഒക്കെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? മനസ്സ്, വില്ലിങ്നെസ് വേണം. രണ്ടാമതായിട്ട് അതിനുള്ള അവകാശം വേണം, ബന്ധം വേണം. ബന്ധമില്ലാതെ വെറുതെ വന്നൊരാൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയില്ല. മൂന്നാമതായിട്ട് വീണ്ടെടുക്കാനുള്ള മീൻസ്, പവർ വേണം, അതിനുള്ള അധികാരം വേണം, അതിനുള്ള ശക്തി അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി വേണമെന്ന്. ഈ 3 കാര്യങ്ങളാണ് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. വീണ്ടെടുക്കാനായിട്ടുള്ള ഒരുക്കം, മനസ്സൊരുക്കം വേണം. വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. 25 ലേവ്യ 25-ന്റെ 25 പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ
ലേവ്യ 25:25. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവനും ആരുമില്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ള അത് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനൊരു മനസ്സ്, ഒരു വില്ലിങ്നെസ് വേണം. ഞാൻ വീണ്ടെടുക്കാം, ഞാനിങ്ങനെ ചെയ്യാം എന്ന് പറയണം. 48-ാം വാക്യം, അതേ അധ്യായത്തിന്റെ 48-ാം വാക്യം വായിച്ചാൽ, അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം, അവന്റെ സഹോദരന്മാരിൽ ഒരുത്തിന് അവനെ വീണ്ടെടുക്കാം, അവന്റെ പിതൃവ്യന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അങ്കിൾ ഓർ അങ്കിൾ സൺ ആണ് കേട്ടോ. പിതൃവ്യൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഒരു പദം. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ അങ്കിൾ ഓർ അങ്കിൾ സൺ എന്നാണ്. അമ്മാവനോ അമ്മാവന്റെ മകനോ, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അവന് പ്രാപ്തി വേണം, മനസ്സ് വേണം, പ്രാപ്തി വേണം. മനസ്സ് വേണം, പ്രാപ്തി വേണം, പിന്നെ അതിനുള്ള കഴിവ്, അതിനുള്ള കപ്പാസിറ്റി. കാരണം ഇത് സ്ഥലം വാങ്ങുകയൊക്കെ ചെയ്യണമല്ലോ, അപ്പം അതിൻ്റെ വില കൊടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടി വേണം. ഇത് മൂന്നും ഉണ്ടായിരുന്ന ഒരാളാണ് ആര്? യേശുക്രിസ്തു. ബോവസിനുണ്ടായിരുന്നു യേശുക്രിസ്തുവിന് മനസ്സുണ്ട്. ഞാൻ ആരെ അയക്കണമെന്ന് ചോദിച്ചപ്പം അടിയനെ അയക്കണമെന്ന് പറഞ്ഞു. അവന് മനസ്സുണ്ടായിരുന്നു. അതിന് ബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനായി തീർന്നത്. അതിനുള്ള സമ്പത്തും യേശുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ നമ്മെ വീണ്ടെടുക്കും എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഫൈനലി എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ഇങ്ങനെ അവർക്ക് നമുക്ക് 14-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഇതെല്ലാം നടന്നതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടു. കണ്ടോ, അവൻ്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ, നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറി നിങ്ങൾ വായിച്ചാൽ, രൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ ഭാര്യയായി. അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവരൊരു മകനെ പ്രസവിച്ചു. കൊണ്ട് ആ ഒറ്റ വാക്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചു, പരിഗ്രഹിച്ചു, ഗർഭം ധരിച്ചു, മകനെ പ്രസവിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ട് പ്രസവിച്ച ആളുടെ ഡീറ്റെയിൽസ് 17-ാം വാക്യം. അവളുടെ അയൽവത്തിക്കാരികൾ, നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഒബേദ് എന്ന് പേര് വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. അപ്പോൾ ദൈവം അങ്ങനെയാണ് അത് കൊണ്ടുവന്ന്. എന്നിട്ട് ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു, രാം അമിനാദാബിനെ ജനിപ്പിച്ചു, അമിനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. സൽമോനെ നേരത്തെ കണ്ടത് ഓർമ്മയുണ്ടോ? സൽമോനെ എവിടെയെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? മത്തായിയിൽ. അപ്പോൾ ഇവിടെ രാഹാബില്ലെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിടത്തും സൽമോൻ വന്നത് കണ്ടല്ലോ. ഇപ്പോൾ ഇടയ്ക്ക് വംശാവലി പട്ടികയൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഇത്തിരി പേര് വായിക്കാൻ വിഷമമാണെങ്കിലും ഒന്ന് വായിക്കണം. സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് യേശുവിനെ ജനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ. ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ കുടുംബത്തിൽ ആര് ജനിച്ചു? ഇതിവിടെ പറഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് മത്തായിയിൽ പറയുന്നത് അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശുവിൻ്റെ വംശാവലി. അപ്പോൾ അതുകൊണ്ട് ഈ രൂത്ത് എങ്ങോട്ടാണ് ഉയർത്തപ്പെട്ടത്, രാഹാബിന് എന്ത് പ്രൊമോഷനാണ് കിട്ടിയത് എന്നുള്ള കാര്യം നമ്മൾ ഈ പഠിച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ തന്ന് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വാക്യത്തിൽ, അതിനവൾ എൻ്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഒരു മിനിറ്റ്, നമ്മൾ രൂത്തിന്റെ പുസ്തകമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇപ്പോൾ രൂത്തിനെയൊക്കെ ഒന്ന് വിട്ടേച്ച് നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പല കാര്യങ്ങൾ ദൈവത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പല കാര്യങ്ങൾ പലപ്പോഴായി ദൈവത്തോട് പറഞ്ഞിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെനി എ ടൈം വി ഹാവ് റിക്വസ്റ്റഡ് സെവറൽ തിങ്സ് ടു ഗോഡ്. എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ചിന്തിക്കണേ. ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതാണ് വിശ്വാസത്തിൻ്റെ തെളിവ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും, കാണാത്ത കാര്യങ്ങളുടെ ഞാനിത് ദൈവത്തെ പരമേൽപ്പിച്ചതാണ്, ദൈവം അത് ചെയ്യാതിരിക്കത്തില്ല. അവൻ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും
വരും, അത് വരാതിരിക്കുകയില്ല. കാരണം ഇത് വൈകുന്നത് എന്തുകൊണ്ടാണ്? അവൻ നീ അനങ്ങാതിരിക്കുക, ഈ കാര്യം എന്താകുമെന്ന് അറിയും വരെ, തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കാണും കേട്ടോ. കർത്താവിന് നമ്മുടെ ഈ കാര്യം ക്രമീകരിച്ച് തരാനായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇല്ല. നിങ്ങൾ ലോകത്തിൽ തന്നെ ചിലരൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇതൊന്ന് അത് ശരിയാക്കണമെങ്കിൽ ഞാൻ എത്ര പേരെ വിളിച്ചാലേ, ഇനി എന്തൊക്കെ ശരിയാക്കിയാലാ ഇതൊന്ന് ശരിയാക്കാൻ പറ്റുന്നതെന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തമ്പുരാനും ഇങ്ങനെ കുറേ കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചിട്ട് വേണമായിരിക്കും നിങ്ങളുടെ കാര്യം ക്രമീകരിക്കാനായിട്ട്. അതുകൊണ്ട് അത് ക്രമീകരണങ്ങളെല്ലാം തീരുന്നത് വരെ എന്ത് ചെയ്യണം? നീ അനങ്ങാതിരിക്കുക. ആ അനങ്ങാതിരിക്കുക എന്നുള്ള പദമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നീ അത് തീരുന്നത് വരെ എന്ത് ചെയ്യുക? ഭയങ്കര വിഷമമുള്ള കാര്യം. ചിലപ്പോൾ നമ്മൾ പിള്ളേരോട് പറയല്ലേ 5 മിനിറ്റ് അനങ്ങാതെ അവിടെ നിൽക്കാൻ, നമ്മുടെ മക്കളോട്. എന്നിട്ട് നമ്മളപ്പോൾ തന്നെ പറയാം 1 മിനിറ്റ് അവൻ അനങ്ങാതിരിക്കാൻ പറ്റത്തില്ല, കൈയും കാലും പിരുവിരുത്തോണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബേളം വെക്കാറില്ലേ? എനിക്ക് വന്ന് ദൈവം ചിലപ്പോൾ ഇത് നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ അവനോട് 2 മിനിറ്റ് അനങ്ങാതിരിക്കാൻ പറഞ്ഞിട്ട് അവനത് പറ്റുന്നില്ല. അവൻ്റെ കാലും കൈയും കുരുവിരുത്തോണ്ടിരിക്കുകയാണ്. അവൻ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, പലരെ വിളിക്കുന്നു, ഇതെങ്ങനെ തീർക്കുമെന്ന് വിചാരിച്ച് ബന്ധപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വാക്യം ഒന്ന് ഇന്ന് ഏറ്റെടുത്ത് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതായിരിക്കട്ടെ. ഈ കാര്യം എന്താകും എന്ന് തീർപ്പാകുന്നത് വരെ നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചെങ്കിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എല്ലാം എൻ്റെ അടുക്കൽ കൊണ്ടുപോകാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ ഏൽപ്പിച്ചാൽ ഇതവൻ തീർപ്പാക്കും. തീർപ്പാക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അനങ്ങാതിരിക്കുക. അവൻ അനങ്ങട്ടെ, അവൻ അനങ്ങി പ്രവർത്തിക്കട്ടെ. ദൈവം ഇന്നുവരെയും പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ആ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. അതുകൊണ്ട് മിണ്ടാതിരിക്കാം, അവനിൽ ആശ്രയിക്കാം, ദേശത്ത് വാർത്ത വിശ്വസ്തത ആചരിക്കാം, അവനിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. രൂത്ത് ദൈവത്തിൽ തന്നെ രസിച്ചു, അവിടെ ഹൃദയത്തിലെ ആഗ്രഹം. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ അവൾ ആഗ്രഹിച്ചു പോയി കാണും, എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും ദൈവം അത് കണ്ടു. ദൈവം അവൾക്കൊരു ജീവിതം നൽകി. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നെങ്കിൽ. നമ്മുടെ ഹൃദയബന്ധങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അതെല്ലാം കണ്ടിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മളൊന്ന് അനങ്ങാതിരുന്നു കൊടുത്താൽ ബാക്കി ദൈവം ചെയ്തോളൂ. ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒന്ന് കിടന്നു കൊടുക്കണമെന്ന്. നിങ്ങൾ ഉറങ്ങിക്കിടക്കാൻ മടി കാണിക്കുന്നതുകൊണ്ടാണ് അനസ്തേഷ്യക്കാരനെ വിളിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ദൈവം അനസ്തേഷ്യ തരാനായിട്ടിരിക്കാതെ നിങ്ങളൊന്ന് അടങ്ങിക്കിടന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യും. പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ കാര്യം എന്താകും എന്നറിയുന്നത് വരെ നീ അനങ്ങാതിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളതുകൊണ്ട് നമ്മുടെ സമസ്ത കാര്യങ്ങളും നമുക്ക് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവായ ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഞങ്ങൾക്ക് ചിന്തിച്ചതുപോലെ യഹോവ ഈസ് മൈ പ്രൊവൈഡർ. നീ ഞങ്ങളെ കർത്താവെ കരുതുന്ന ദൈവമാകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നിൻ്റെ പക്കൽ ഉള്ളതുകൊണ്ട് നീ അറിയാതെ ഞങ്ങളുടെ തലയിൽ നിന്നൊരു മുടി പോലും കർത്താവ് താഴെ വീഴുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾക്കിതെല്ലാം ആവശ്യം എന്ന് നീ അറിയുന്നു. തിന്നാനും കുടിക്കാനും കർത്താവ് പാർക്കുവാനും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിന് അറിയാം. എന്നാൽ കർത്താവ് പലപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്നവരാണ്. യു ആർ ഓൾവേസ് ബൈ മൈ സൈഡ്. കർത്താവ് എൻ്റെ വശത്ത് നീ ഉണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. കർത്താവ് അനേകരെ ഇടത്തും വലത്തും വീണാലും അതൊന്നും ഞങ്ങളോട് അടുത്ത് വരാതെ കൊണ്ട് നീ ഞങ്ങളെ പരിപാലിക്കുവാൻ ഞങ്ങളുടെ ലീഡറായിട്ട്, ഞങ്ങളുടെ പ്രൊവൈഡറായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ ദൈവത്തെ കർത്താവ് രൂത്ത് പരിചയപ്പെട്ടതുപോലെ, നവോമി പരിചയപ്പെട്ടതുപോലെ പരിചയപ്പെട്ട എല്ലാ കാര്യങ്ങളും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കുവാൻ തക്കവണ്ണം, മിണ്ടാതിരുന്ന് ദൈവം എന്നറിയുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ കൃപ, വിശ്വാസത്തിൻ്റെ ഒരു വലിയ ധൈര്യം കർത്താവ് വചനം കേട്ട ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിലും അവിടുന്ന് വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകൊണ്ട് കർത്താവ് ഇതിൻ്റെ വാഗ്ദാനത്തിനായിട്ട് സ്തോത്രം. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും എന്ന് കർത്താവ് ചോദിക്കുന്നു. കർത്താവ് നിൻ്റെ ആ പ്രവർത്തനം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം അത് ഞങ്ങൾക്ക് വിടുതലായി, അനുഗ്രഹമായി, സൗഖ്യമായി, കർത്താവ് ജീവനായി, ആരോഗ്യമായിട്ടൊക്കെ വ്യാപരിപ്പാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. സമാധാനത്തോടെ പിരിഞ്ഞു പോകുവാൻ കർത്താവ് നിന്നിൽ തന്നെ നിരന്തരം ആശ്രയിച്ചു കൊണ്ടിരിക്കുവാൻ, നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ആശ്രയിച്ച് കർത്താവ് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.